എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1931 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ TG മനോജ് കുമാർ ഡോക്ടറാണ്. ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ TG മനോജ് കുമാർ നമുക്ക് ഒത്തിരി ക്ലാസ്സുകൾ ഇതിനകം നമുക്ക് എടുത്തു കഴിഞ്ഞു. ഇന്നും ഡോക്ടർ വിശേഷപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് എത്തുന്നത്. എന്താണ് ശസ്ത്രക്രിയാനന്തര ലോകം, ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം. ഡോക്ടർ നമുക്കറിയാം, അലൻ സ്കിനോട്ടിന്റെ മലയാള പരിവർത്തനം, ടേബിൾ ടെന്നീസിൽ വെങ്കല മെഡൽ ജേതാവ്, പിന്നെ അങ്ങനെ എന്താണ് വേറൊരു ഡോക്ടർ നജീബ് ഡോക്ടറാണെന്ന് ഒന്ന് പറഞ്ഞു. എന്താണ് പാമ്പ് കടിയേറ്റ ആൾക്കാർ പോലും ഡോക്ടറെ ചികിത്സ കാത്തിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അതിനി ഒരു എക്സ്പീരിയൻസ് നമുക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ ഇന്ന് നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ TG മനോജ് കുമാറിനെ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി. ക്ലാസ് തുടങ്ങാം ഡോക്ടർ. നമസ്കാരം. ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഇവിടെ വന്നിരിക്കുന്ന എന്നെ സന്നിഹിതരായിരിക്കുന്ന IFPHന്റെ എല്ലാ കാഴ്ചക്കാർക്കും കേൾവിക്കാർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം പോസ്റ്റ് സർജിക്കൽ വേൾഡ് ഓഫ് ഹോമിയോപ്പതി, ശസ്ത്രക്രിയാനന്തര ലോകം, ഹോമിയോപ്പതിയുടെ അനന്ത സാധ്യതകൾ എന്നുള്ളതാണ്. അങ്ങനൊരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സർജിക്കൽ കേസിന് ഹോമിയോപ്പതിക്ക് എത്ര എന്ത് ചെയ്യാൻ പറ്റും എന്ന്. പലപ്പോഴും നമ്മൾ മോഡേൺ മെഡിസിനായിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ പിന്നെ ജനങ്ങൾ പബ്ലിക്സിനും അതുപോലെ ഡോക്ടർമാരുടെ ഫീൽഡിലെല്ലാം ചോദിക്കാണ് സർജിക്കൽ കേസുകൾ നിങ്ങൾക്ക് BHMS അല്ലെങ്കിൽ DHMS അവിടെ ഉണ്ടല്ലോ, പക്ഷെ നിങ്ങൾക്ക് സർജറിനെ കുറിച്ച് എന്തറിയാം, സർജിക്കൽ സാധ്യതകൾ എന്തൊക്കെ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറയാറുള്ളത് സർജറിക്കൽ ലെവൽ എന്ന് പറയുന്നത് ഹോമിയോപ്പതിയുടെ പിന്നെ ഒരു കാഴ്ചപ്പാടില് ഇപ്പൊ ഗ്രേഡ് 1 വരെ എന്ന് വെച്ചാൽ ഗ്രേഡ് അലോപ്പതിയിൽ ഇപ്പൊ ഹെർണിയാണ് ഗ്രേഡ് 1 എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് സർജറി മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അവർക്ക് ഗ്രേഡ് 1, 2, 3 ഉള്ള ഗ്രേഡ് 1 ഉള്ള കേസുകളിനകത്ത് മിക്കവാറും പല സർജിക്കൽ കേസിനകത്തും നമുക്ക് മെഡിസിൻ കൊണ്ട് മാറ്റാൻ പറ്റും. അടുത്ത ദിവസം ഒരു ഡോക്ടർ ഇന്നാണെന്ന് തോന്നുന്നു ഫേസ്ബുക്കിൽ ഒരു ബോയിൽസ്, നല്ലൊരു പഴുപ്പ്, ഒരു പുറത്തെ ഒരു പേഷ്യന്റെ ബോയിൽസ് അത് വന്ന് പഴുത്ത് നിൽക്കുകയാണ്. ആര് കണ്ടാലും കത്തി വെച്ച് പോകുന്ന ഒരു കേസ്. അപ്പൊ ആ കേസിനകത്ത് നമ്മുടെ മെഡിസിൻ കൊടുത്തിട്ട് കംപ്ലീറ്റ് അത് അബ്സോർബ് ചെയ്ത് പോകുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കതുപോലത്തെ കേസുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും അലോപ്പതിക്കാരന്റെ സർജിക്കൽ കേസുകൾ എന്ന് പറയുന്നതിന്റെ നമ്മുടെ സർജിക്കൽ ലെവൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ റെഫർ ചെയ്യുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പും കൂടി അപ്പുറത്താണ് എന്നുള്ളത്. ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്ന വിഷയങ്ങൾ നമുക്ക് കുറേ മേഖലകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർജറിയുടെ ഈ ശസ്ത്രക്രിയാനന്തര ലോകം ഒരു അനന്ത സാധ്യതകൾ എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കടുംപിടുത്തങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ വാക്സിനേഷനെ കുറിച്ചിട്ട് ഞാൻ പറയുന്ന ഓഡിബിൾ ആണല്ലോ അല്ലെ? കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടല്ലോ? പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ വാക്സിനേഷനെ കുറിച്ച് ഇപ്പൊ നമ്മൾ കൊറോണ വാക്സിനേഷൻ വന്നു അല്ലെങ്കിൽ മറ്റുള്ള വാക്സിനേഷൻസിനെ കുറിച്ചിട്ടൊക്കെ പലപ്പോഴും പല ഡോക്ടർമാർക്കും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള നിലപാടുകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഞാനൊരു ഗവൺമെന്റ് സർവീസിലുള്ള ഡോക്ടറാണ്. നമുക്ക് ഒരു ഗവൺമെന്റ് പോളിസികളെ നമുക്ക് എതിർക്കാൻ പറ്റില്ല. എന്ത് മണ്ടത്തരം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ മോഡേൺ മെഡിസിന്റെ പിന്നെ ഒരു ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ട് പല ആശയങ്ങളും പല കുത്തിവയ്പ്പുകൾ വരുന്നുണ്ട്, പല പ്രോഗ്രാംസ് വരുന്നുണ്ട്. അപ്പൊ അതിനകത്തൊന്നും നോ കമന്റ്സ്, നമുക്ക് ഒബേ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ അത് എതിർക്കും തോറും ഈ പിന്നെ ശാസ്ത്രത്തിനെ എതിർക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു പേരുദോഷം വരുന്നത്. അപ്പൊ നമ്മളിപ്പോ വാക്സിനേഷനെ കുറിച്ചിട്ട് പറയുമ്പോൾ വാക്സിനേഷന് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് ഹോമിയോപ്പതിക്കാർക്ക് അറിയാം. ഏകദേശം 46 ഡിസീസ് കണ്ടീഷൻസ് വരുന്നതായിട്ടാണ് നമ്മുടെ മർഫിന്റെ റെപ്പർട്ടറി തന്നെ പറഞ്ഞത്. 46 ഡിസീസ് കണ്ടീഷൻസ് ഓൺലി ബിക്കോസ് ഓഫ് വാക്സിനേഷൻ.
അത് മർഫിന്റെ റെപ്പർട്ടറി കുറച്ചുകൂടി പുതിയതായോടാണ് ഞാൻ പറഞ്ഞത്. പഴയ റെപ്പർട്ടറിയിലും പഴയ വാക്സിനേഷൻസും അല്ല ഇപ്പോൾ. പുതുതായിട്ട് നിങ്ങൾക്കറിയാം അതിലും കൂടുതൽ കണ്ടീഷൻസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതിനകത്ത് 46 കണ്ടീഷൻസ് മർഫിന്റെ റെപ്പർട്ടറി തന്നെ പറഞ്ഞു. ഏകദേശം 38 മെഡിസിൻസ് ഉണ്ട് നമുക്ക് വാക്സിനേഷൻ, എന്നിട്ട് ബാഡ് എഫക്ട്സ് ഓഫ് വാക്സിനേഷൻ. അപ്പോൾ നമ്മൾ സത്യത്തിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും എതിർക്കണ്ട, അവർ ചെയ്തോട്ടെ. അവർ ചെയ്തിട്ട് ബാക്കി പേഷ്യൻസ് നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല. നമ്മൾ വൈ ഫിയർ വെൻ ഐ ഹിയർ സായിബാബ പറഞ്ഞായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വൈ ഫിയർ വെൻ ഹോമിയോപ്പതി ഈസ് ഹിയർ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അവർ വാക്സിനേഷനോ എന്ത് വേണമെങ്കിലും അടിച്ചിട്ട് ഇങ്ങോട്ട് വരട്ടെ. നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമുക്ക് പേഷ്യൻസിന് എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവർക്ക് അതിന്റെ കോൺസിക്വൻസ് ഒന്നും ഇല്ലാതെയാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോ അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യാണ് വേണ്ടത്. ഇപ്പൊ ഇത് പിന്നെ ഇപ്പൊ വൈറ്റമിൻ ഡി നിങ്ങൾക്കറിയാം. വൈറ്റമിൻ ഡി ഇപ്പൊ എവിടെ നോക്കിയാലും വൈറ്റമിൻ ഡി ഒരു വലിയൊരു ഒരു ശരിക്കും ഒരു വലിയ സ്കാമാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ കൊളസ്ട്രോൾ ഒരു സ്കാം ആയിരുന്നു എന്ന് ഇപ്പൊ അടുത്ത 2 വർഷം കൊണ്ടാണ് ലോകം മുഴുവൻ അംഗീകരിക്കുന്നത്. കാരണം കൊളസ്ട്രോൾ ഇത്ര വലിയ ഭീകരക്കാരനൊന്നുമല്ല. കാരണം നമ്മൾ ഫിസിയോളജി പുസ്തകവും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ പണ്ട് പഠിച്ച ഫിസിയോളജി പുസ്തകം പിന്നെ നമ്മൾ ഡോക്ടർ ആയി കഴിഞ്ഞാൽ ഒരു ഡോക്ടർ തൊട്ട് നോക്കാറില്ല. മോഡേൺ മെഡിസിൻ ആയാലും ശരി, മോഡേൺ മെഡിസിൻ ആയാലും ശരി, ഹോമിയോപ്പതി ഡോക്ടർ 85% ഓഫ് ദ കൊളസ്ട്രോൾ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലിവർ എന്ന് നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ട് നമ്മൾ പിന്നെ അത് കംപ്ലീറ്റ് മറന്ന് ബാക്കി 15% നമുക്ക് ഫുഡിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. 85% നമ്മുടെ ലിവർ തന്നെയാണ്. നമ്മൾ എന്തോ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ നമ്മൾ പഠിച്ചിട്ട് അത് സാധനം മുഴുവൻ മറന്നിട്ട് ഈ 15% ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോൾ ഉണ്ടാണ്ട് കൊളസ്ട്രോൾ കുറഞ്ഞ ഭക്ഷണങ്ങൾ, കൊളസ്ട്രോൾ കൂടിയ ഭക്ഷണങ്ങൾ എന്ന് വേണ്ട വലിയ പ്രൊപ്പഗൻഡയായിട്ട് നടക്കുകയും വലിയ മെഡിസിൻസ് ഉണ്ടാക്കി ആ മെഡിസിന്റെ സ്റ്റാറ്റിക് മെഡിസിന്റെ സൈഡ് എഫക്ട്സ് അതുകൊണ്ട് വരുന്ന 10% ഓഫ് ദ പേഷ്യൻസ് ഈ സ്റ്റാറ്റിക് മെഡിസിൻ കഴിക്കുമ്പോൾ പ്രമേയ രോഗികളാവുന്നു. അങ്ങനെ വലിയൊരു സ്കാം ആയിരുന്നു എന്ന് ഇപ്പൊ കണ്ടുപിടിക്കുകയും കൊളസ്ട്രോള് വലിയ ചികിത്സിക്കേണ്ട കാര്യമില്ല എന്നും ചില ട്രൈഗ്ലിസറൈഡ്സോ അല്ലെങ്കിൽ LDL ഒക്കെ കൂടുന്നതിന് മാത്രം ഒന്ന് കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ, ഇതുകൊണ്ട് ഒന്നുമല്ല ഈ രോഗങ്ങൾ വരുന്നതെന്നും എന്നുള്ളൊരു കൺസെപ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ വൈറ്റമിൻ ഡിന്റെ ഒരു കാര്യം. നിങ്ങൾ ആലോചിച്ചു, ഒരു 3 കൊല്ലം മുമ്പ് നമ്മളെന്താ ഈ ലോകത്ത് ജീവിച്ചിരുന്നല്ലേ? ഞാൻ ഏകദേശം 30 വർഷമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിലും വലിയ സീനിയേഴ്സ് ഇവിടെ ഇരിക്കുന്നു. അപ്പൊ ഈ വൈറ്റമിൻ ഡി ഇതിനു മുമ്പ് എന്താ ലോകത്ത് ഇല്ലാത്ത സാധനമായിരുന്നു. ഇപ്പൊ എന്താണ്? ഇപ്പൊ എവിടെ നോക്കിയാലും വൈറ്റമിൻ ഡി കുറവ്, വൈറ്റമിൻ ഡി കുറവ്, കാൽഷ്യം കുറവ്, അനുബന്ധ പ്രശ്നം. അപ്പോ എന്നിട്ടോ ഈ വൈറ്റമിൻ ഡി ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. വൈറ്റമിൻ ഡി ഫുഡിൽ നിന്ന് ലഭിക്കാത്ത എന്നുവെച്ചാൽ സസ്യജന്യമല്ലാത്ത ഒരു വൈറ്റമിൻ എന്ന് പറയുന്നതാണ് വൈറ്റമിൻ ഡി. ഇപ്പൊ ആനിമൽ ജന്യം എന്ന് പറയുന്നത് മുഴുവൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ജീവി അതിന്റെ ശരീരത്തിൽ ഇപ്പൊ എന്നെ കൊന്നാൽ എന്റെ മേത്ത് കുറച്ച് വൈറ്റമിൻ ഡി ഉണ്ടാവും. ആ വൈറ്റമിൻ ഡി എന്നെ മുഴുവൻ തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എന്ന് പറയുന്ന പോലെ ഓരോ ജീവിന്റെ മേത്തുണ്ടാകുന്ന വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് സീ ഫുഡ്സ് ഒക്കെ അതിന്റെ സോഴ്സ് ആയിട്ട് വരുന്നത്. ആനിമൽസ് ഇത് മാത്രമേ ഉള്ളൂ, വെജിറ്റബിൾസ് ഒന്നും കിട്ടില്ല. പക്ഷേ സൂര്യപ്രകാശത്തിന് ഈസി ആയിട്ട് കിട്ടുന്ന എന്ന് വെച്ചാൽ പ്രകൃതി പടച്ചോൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ ഡി. അപ്പൊ ഇപ്പൊ മുഴുവൻ വൈറ്റമിൻ ഡി കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എവിടെ വേദന വന്നാലും വൈറ്റമിൻ ഡി എന്ന് പറയുന്നു. കൊടുക്കുമ്പോൾ താൽക്കാലികമായിട്ട് കഴിച്ചതിന്റെ സുഖമാണ്, നല്ല വിലയുണ്ട് വൈറ്റമിൻ ഡിക്ക്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഒരു സൂര്യപ്രകാശത്തിന് ഈസി ആയിട്ട് കിട്ടുന്ന സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഒറ്റ റൂബ്രിക്ക് ഒറ്റ സിംറ്റം ഉള്ളതാണ് ലോസ് ഓഫ് അസിമിലേഷൻ. നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ മെഡിസിൻ തൈരീശായിരിക്കും. അപ്പൊ അത് മാത്രമല്ല, ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു എന്ന് ഓർത്തിട്ട് ഒട്ടനെ അലോപ്പതിയിലോട്ട് വിടേണ്ട കാര്യമൊന്നുമില്ല. വൈറ്റമിൻസും നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഏത് ഡോക്ടർ, ആയുർവേദ ഡോക്ടറായാലും ഹോമിയോ ഡോക്ടറുടെ അലോപ്പതി ഡോക്ടറുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസി, റിയൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ട്, അയൺ ഡെഫിഷ്യൻസി ഉണ്ട്. നമുക്ക് അയൺ കൊടുക്കണമെങ്കിൽ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. അതിനകത്തൊന്നും ലീഗലായിട്ടുള്ള ഒരു പ്രശ്നമല്ല. അലോപ്പതി മെഡിസിൻ എഴുതരുത് മാത്രമേ ഉള്ളൂ. വൈറ്റമിൻസ് ആർ നോട്ട് മെഡിസിൻസ്. അവർ പ്ലാസിബോ പോലെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കും വൈറ്റമിൻ ഡി എഴുതാം. ഇപ്പൊ വൈറ്റമിൻ ഡി സാധാരണ 60,000 ഞാൻ സാധാരണ എഴുതാറില്ല. 60,000 ആണെങ്കിൽ അതിൽ ചെറിയ ഡോസിൽ ഇപ്പോൾ ഹോമിയോപ്പതി ഫാർമസിക്കാരുടെ തന്നെ വൈറ്റമിൻ ഡീസ് അവൈലബിൾ ആണ്. വാക്സിൻ്റെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വൈറ്റമിൻ ഡി അല്ല അലോപ്പതി മെഡിസിൻസ് വൈറ്റമിൻ ഡി പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് 60,000 60,000 ആണ്, ഇന്റർനാഷണൽ യൂണിറ്റ് ആണ്. അതാണ് വീക്ക്ലി വൺസ് കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഒന്ന് പ്രിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഈ വൈറ്റമിൻ ഡി വലിയ സ്കാം ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൊക്കി പിടിക്കേണ്ട കാര്യമില്ല. കുറവായിട്ട് വരട്ടെ, അവർ ഡയഗ്നോസ് ചെയ്ത് റിസൾട്ട് കൊണ്ട് വരട്ടെ, നിങ്ങൾ ട്രീറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇതിലെല്ലാ അവസരങ്ങളും നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ ഇപ്പൊ കാൽഷ്യം ഡെഫിഷ്യൻസി എല്ലാ പേഷ്യൻസിലും ഇപ്പോൾ ഒരുപാട് പേഷ്യൻസിൽ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടോ? നമ്മുടെ മെഡിസിൻസ് ഉണ്ടല്ലോ, നമുക്ക് കാൽഷ്യം ഒറിജിനേറ്റ് ചെയ്യുന്ന ധാരാളം മെഡിസിൻസ് ഉണ്ട് അല്ലെ? കൽക്കരി ഫോസ്, കൽക്കരി സൾഫ്, കൽക്കരി ഫ്ലോർ എന്ന് പറഞ്ഞാൽ വേണ്ട ധാരാളം നമുക്ക് മെഡിസിൻസ്, കൽക്കരി കാർബ്, എല്ലാ മെഡിസിൻസ് ഉണ്ട്. നമുക്ക് പേഷ്യൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമുക്ക് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവസരങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഹൈപ്പോതൈറോയിഡിസം, അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ അയഡിൻ ഇൻഡ്യൂസ്ഡ് ഹൈപ്പോതൈറോയിഡിസം ആണ് കാണുന്നത്. അയഡിൻ ഇൻഡ്യൂസ്ഡ് തൈറോയിഡ് അബ്നോർമാലിറ്റീസ് ആണ്, വെദർ ഇറ്റ് ഇസ് ഹൈപ്പർ ഓർ ഹൈപ്പോ.
പക്ഷെ ഇതിനെ കുറിച്ചിട്ട് ഒന്നും വലിയ തർക്കിക്കാൻ പറ്റില്ല നമുക്ക്. ഇതിപ്പോ നമ്മുടെ ഡോക്ടർമാരുടെ വേദിയാണ്, നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഒരിക്കലും ഒരു ഡിബേറ്റിനൊന്നും പോയിട്ട് അലോപ്പതി ഡോക്ടർമാരോടോ അല്ലെങ്കിൽ പറയണ്ട. കാരണം വെച്ചാൽ ഐഡിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ തൈറോയ്ഡ് രോഗങ്ങളെ വരാതിരിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പൊ നമ്മൾ ഉപ്പിനകത്ത് അയഡിൻ ചേർക്കുന്നു, ഈ കല്ലുപ്പ് മേടിക്കുന്നുണ്ട്, കല്ലുപ്പിനകത്തും അയഡിൻ ചേർക്കാൻ തുടങ്ങി. അപ്പൊ ഇനിയിപ്പോ ഒരു പശുവിനെ കൊടുക്കുന്ന ഉപ്പങ്ങനെ മനുഷ്യന് മേടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ വന്നു. പിന്നെ റോക്ക് സാൾട്ട് ചില കമ്പനികൾ ഉപയോഗിക്കുന്നുണ്ട്, അയഡിൻ ഇല്ലാത്തെന്ന് ഉപയോഗിക്കും, ബാക്കി എല്ലാം അയഡൈസ്ഡ് ആയിരിക്കും. ഇനി അയഡിൻ ഉപ്പിനെ കുറിച്ച് കുറെ ഇങ്ങനെ പബ്ലിസിറ്റി വന്നതിന് ശേഷം ഇപ്പൊ പറഞ്ഞു വിദേശത്തൊക്കെ സൺഫ്ലവർ ഓയിലിൽ പിന്നെ ഓയിലിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിലിനകത്ത് അയഡിൻ ചേർക്കുന്നത്, അയഡൈസ്ഡ് ഓയിൽസ് കിട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രോഗിയാക്കണം എന്ന് നമ്മുടെ ചില നേതൃത്വങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നോ എസ്കേപ്പ്, ഒരു രക്ഷയില്ല, നിങ്ങൾ രോഗിയായേ പറ്റുള്ളൂ. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞു വൈ ഫിയർ വെൻ ഹോമിയോപ്പതി ഈസ് ഹിയർ എന്നുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. വരട്ടെ, രോഗികൾ വരട്ടെ, നമുക്ക് ചികിത്സിക്കാമല്ലോ എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കുക. അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള അവസ്ഥ, ഒരു രോഗി സർജറിക്ക് ആയിട്ട് അവർ തയ്യാറെടുത്തിട്ട് വരികയാണെങ്കിൽ ലഡം ചെയ്തോളൂ, ബാക്കിയുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാന്ന് വെക്കുക. ഒരു പ്രശ്നമില്ല. ഹോമിയോപ്പതിന്റെ അനന്ത സാധ്യതകൾ എന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ എന്താണ് അനന്ത സാധ്യതകൾ എന്ന് പറഞ്ഞാല് ഈ ഹോമിയോപ്പതിക്കകത്ത് ഈ സർജറിക്ക് മുമ്പ് മുതലുള്ള കണ്ടീഷൻ മുതൽ സർജറിക്ക് എന്ന് വെച്ചാൽ ബിഫോർ സർജറി, ആഫ്റ്റർ സർജറി, ആ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ഓഫ് പല രീതിയിലാണ്, അതിന്റെ ലോസ് ഓഫ് പാർട്സ്, നമ്മുടെ ശരീരത്തിന്റെ അവയവം നഷ്ടപ്പെടുന്നതിന്റെ പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞിട്ട് എന്നാലും പ്രിവെന്റ് റെക്കറൻസ് അവർക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റുമോ, അതിനുള്ള മെഡിസിൻസ്. ഇങ്ങനെ 4 ഘട്ടങ്ങളായിട്ട് ഹോമിയോപ്പതി. പിന്നെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, എല്ലാവരും വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. അപ്പൊ എന്താ കാരണം വെച്ചാൽ വലിയൊരു ചക്രമാണ്. ഞാൻ ഒറ്റ കേസ് എനിക്ക് ഈ സർജറി പോസ്റ്റ് സർജിക്കൽ വേൾഡിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ 2-3 ക്ലാസ് ആയി പോകുന്നു. കാരണം അത്രയധികം കാര്യങ്ങൾ പറയാനുണ്ട്, നമ്മൾ അധികം അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് നോക്കണേ, സർജറിക്ക് മുമ്പുള്ള കുറെ കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആഫ്റ്റർ സർജറി ഞാൻ വെച്ചാൽ അതിന് ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. നിങ്ങൾക്കറിയാലോ, സർജറി കഴിഞ്ഞാൽ അനസ്തെറ്റിക്സ് മുതൽ ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ബ്ലീഡിങ്, പിന്നെ നെർവിന്റെ പ്രശ്നങ്ങൾ, പെയിന്, അതിനെല്ലാം ഹോമിയോപ്പതി മെഡിസിൻ ഉണ്ട്. അത് കഴിഞ്ഞാലോ ലേറ്റർ ഇഷ്യൂസ് ഉണ്ട്, ഇപ്പൊ കീലോടൊക്കെ പോലെ വരുന്ന കണ്ടീഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞാലുണ്ട് ഈ രോഗി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. രോഗിന്റെ ഒരു അവയവം അങ്ങോട്ട് മുറിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ തൈറോയിഡാണെന്ന് വിചാരിച്ചു, ടോട്ടൽ തൈറോയിഡക്ടമി ആണെന്ന് വിചാരിക്കാം. ആ കയ്യിലിരിക്കുന്ന സാധനം പോയതൊരു പ്രശ്നം. ഇപ്പൊ അതുപോലെ ഇപ്പൊ മാസ്റ്റക്ടമി, കയ്യിലൊരു അവയവം ഉണ്ടായിരുന്നു, അതങ്ങോട്ട് പോയി. അതുണ്ടാക്കുന്ന കോസ്മെറ്റിക് പ്രശ്നമുണ്ട്, അതുണ്ടാക്കുന്ന സൈക്കോളജിക്കൽ പ്രശ്നമുണ്ട്. ഇപ്പൊ ഹിസ്റ്റക്ടമി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പല സ്ത്രീകൾക്ക് അതിന്റെ വലിയെന്തോ സാധനം പോയി എന്നുള്ള വിചാരിച്ചിട്ടുണ്ട്, അവരുടെ എല്ലാ രീതിയിലുള്ള ആക്ടിവിറ്റീസും പോയി. ഇത് കയ്യിലിരിക്കുന്ന സാധനം പോയി എന്ന് പറഞ്ഞാൽ ഞാൻ സ്ത്രീ അല്ലാന്ന് വിചാരിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവർ സൈക്കോളജിക്കൽ പ്രശ്നങ്ങളുണ്ട്. ഇനി കയ്യിലിരിക്കുന്ന സാധനം പോയി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഹോർമോൺ പ്രശ്നങ്ങളല്ലേ. ഇപ്പൊ ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, പോയോ അഡിനോട് പോയി, പോയി കഴിഞ്ഞാൽ ഇനി പറഞ്ഞിട്ടേ അല്ല. കാരണം ഏറ്റവും വലിയ വാൾഡേഴ്സ് റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിന്റെ ഏറ്റവും പിന്നെ എന്താ പറയുക, വാൾഡേഴ്സ് റിംഗ് ആയിട്ട് കണക്കാണ്, ഒരു മോതിരമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആ മോതിരത്തിന്റെ ഏറ്റവും മുകളിലിരിക്കുന്ന സാധനമാണ് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. പിന്നെന്തോന്ന് പ്രിവെൻഷൻ, ഏത് രോഗം പിടിക്കാം. അപ്പൊ എന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റിക്ക് ഏറ്റവും കൂടുതൽ വാ വഴിയുള്ള എല്ലാ സാധനങ്ങളും, വായ വഴിയും മൂക്ക് വഴിയും കയറുന്ന എല്ലാ സാധനങ്ങളും തടയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമായിരുന്നു. ആ ഇമ്മ്യൂൺ റിസ്കിൽ പിന്നെ ഒരു എന്താ പറയുക സെക്യൂരിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനത്തിനാണ് സർജറി ചെയ്തിട്ട് എടുത്തു മാറ്റിയിരിക്കുന്നത്. ഇനി ബാക്കി വരുന്നവർ തെറ്റിട്ട് കാണാം, നമ്മൾ നിങ്ങളുടെ കൂടെ നിൽക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ ഈ ഹോർമോൺസ്, ഇപ്പൊ ടോട്ടൽ തൈറോയിഡക്ടമി കഴിഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയേ, ആജീവനാന്ത കാലം തൈറോയിഡ് മെഡിസിനാണ് കഴിക്കേണ്ടത്. കാരണം വേറൊരു സാധനമില്ല, നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഗ്രന്ഥി മുഴുവനും എടുത്തു കളഞ്ഞു, മറ്റൊരു കഷ്ണയുടെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കുമെന്ന് നോക്കാറില്ല. ഇത് കയ്യിലിരിക്കുന്ന സാധനം പോയി കഴിഞ്ഞാൽ ഒരു യുദ്ധം വന്നു. ഇവര് ചാവുന്നത് ഈ തൈറോയിഡ് മെഡിസിൻ കിട്ടാത്തതുകൊണ്ടായിരിക്കും. നമ്മളിപ്പോ പിന്നെ ഇവിടെ ബോംബെയിലൊക്കെ മദ്രാസില് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന സമയത്ത് വലിയ വെള്ളപ്പൊക്കം, ഒറ്റ ഫാർമസി തുറക്കാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ പിന്നെ ഇൻസുലിൻ ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, കാരണം ഇൻസുലിനൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻസുലിൻ നമ്മുടെ പാൻക്രിയാസ് ഓരോടൊന്നും വർക്ക് ചെയ്യില്ല. അതുപോലെ ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്തു നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ആൾക്കാരാണ് ചാവാൻ വേണ്ടി പോകുന്നത്. കാരണം വെച്ചാൽ ഈ സാധനം ഇല്ലാണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. കോംപ്ലിക്കേഷൻസ് ഒറ്റയടിക്ക് വരും, കുറച്ച് ദിവസം നിൽക്കുമ്പോഴേക്കും ശരീരം കോംപ്ലിക്കേഷൻസ് വരും. അപ്പൊ അതിനെ നമുക്ക് ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു വലിയൊരു ഓപ്ഷൻസ്, അതിനകത്ത് നമുക്ക് മോഡറേറ്റ് ചെയ്യാൻ പറ്റുള്ള സാധ്യതകൾ നമുക്ക് ഹോമിയോപ്പതിയിൽ ഉണ്ട്. അതൊക്കെ ഞാൻ ഓരോ ഘട്ടമായിട്ട് പറയാം. അതുപോലെ ഈ പ്രിവെന്റിങ് റെക്കറൻസ്, ഇപ്പൊ നമ്മളിപ്പോ വെരിക്കോസ് വെയിന് ഓപ്പറേഷൻ ചെയ്തു, വെരിക്കോസ് വെയിൻ കംപ്ലീറ്റ് ഒരു ഘട്ടം എടുത്തു കളഞ്ഞു, രണ്ടാമത്തെ ഘട്ടം പിന്നെ എടുത്തു കഴിഞ്ഞാൽ 3 പ്രാവശ്യം എടുക്കാൻ പറ്റുള്ളൂ. 3 പ്രാവശ്യം എടുക്കുമ്പോൾ തന്നെ കാലിന് ഒരു കോലമായിട്ടുണ്ടാവും. ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ എന്താ, ഇനി വെരിക്കോസ് വെയിൻ വരില്ല. കാലിലെ ഞരമ്പുണ്ടെങ്കിൽ, അല്ല കാല് മുറിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ കാലിലെ ഞരമ്പിൽ ഇനിയിപ്പോ ഇവിടെ വരും വെരിക്കോസ് വെയിൻ വരുന്ന മറ്റു സൈറ്റുകളുണ്ട്. നമ്മൾ ഈസോഫേഗൽ വെരിസസ് വരാം, അല്ലെ പൈൽസ് വരാം. അപ്പൊ ഉടനെ അടുത്ത പിന്നെ കണ്ടീഷൻസ് എവിടെയാ വരിക, വേറെ ഏതെങ്കിലും ഓർഗൻസിലോട്ട് വരും. അതുപോലെ ഹെർണിയ നമ്മൾ ഓരോരുത്തരും ഓപ്പറേഷൻ ചെയ്തു, ലെഫ്റ്റ് സൈഡിൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ വരാം. അപ്പോ ഇങ്ങനെയുള്ള ഈ വലിയൊരു ലോകം ഹോമിയോപ്പതിന്റെ ഈ സർജിക്കൽ ലോകത്തിൽ ബിഫോർ സർജറി, ആഫ്റ്റർ സർജറി,
അതുപോലെ ലോസ് ഓഫ് പാർട്സിന്റെ എഫക്റ്റുകൾ, പ്രിവെന്റിങ് റെക്കറൻസ്, ഇങ്ങനെ 4 മേഖലകളായിട്ട് നമുക്ക് ഹോമിയോപ്പതിന്റെ ഒരു സാധ്യതകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പൊ അതിനകത്ത് ഞാൻ ആദ്യഘട്ടം പറയാം. നമ്മുടെ ഈ ബിഫോർ സർജറി എന്ന് പറയുന്നത് അതെങ്ങനെ പേഷ്യൻസ് വരികയെന്നറിയാമോ? ചില പേഷ്യൻസ് ഈ ചില സർജിക്കൽ കണ്ടീഷൻസ് വരുന്നു, നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ ഒരു മയോമ, ഒരു വല്ലാത്ത സൈസ് ഉണ്ട്, നമുക്ക് ചില മെഡിസിൻസ് ഉണ്ട്. ഇപ്പോ ഈവൻ ഒരു നാരങ്ങയുടെ വലിപ്പമുള്ള മയോമ വരെ ഹൈഡ്രാസ്റ്റിനം മ്യൂരിക്കേറ്റം എന്ന് പറയുന്ന മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ മാറുമെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ വലിയൊരു ബോളിന്റെ വലിപ്പമുള്ള മയോമ വരെ മാറാവുന്നുണ്ട്. അത് മെഡിസിൻ നല്ല കോസ്റ്റ്ലിയാണ്. എന്ന് വെച്ചാൽ അലോപ്പതി മെഡിസിനായിട്ട് കമ്പയർ ചെയ്യാൻ വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. പക്ഷെ അങ്ങനെയുള്ള കേസുകൾ വരാറുണ്ട്. പല കേസിനകത്ത് നമുക്ക് മാറ്റാൻ പറ്റാറുണ്ട്. പക്ഷെ എല്ലാ കേസുകളും ചിലപ്പോൾ മാറ്റാൻ പറ്റാറില്ല. പക്ഷെ ഈ പേഷ്യന്റിന് സഫർ ചെയ്തുകൊണ്ടിരിക്കാന്നിരിക്കും, വല്ലാണ്ട് സഫറിങ് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ഏറ്റവും വലിയ ഫിസിഷ്യൻ ഹൈ ആൻഡ് ഓൺലി മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനോണി പറയുന്നതിന്റെ കൂടെ പേഷ്യന്റിന് സഫറിങ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അവരെന്ത് കംപ്ലൈന്റ് വന്നോ അത് നമുക്ക് അനിശ്ചിതകാലം പ്രൊലോങ് ചെയ്തുകൊണ്ട് പോകുന്നതിൽ വലിയ യുക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നാറില്ല. ഓക്കെ, ഇനി അവരുടെ ആവശ്യം കഴിഞ്ഞു, മെനോപോസ് ഏജ് ആയി, ഈ സാധനം ക്യാൻസർ ആയി മാറുന്നുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ട്, എല്ലാം സർജറി ചെയ്യാൻ വേണ്ടി വിടുക. അപ്പൊ അവരെ ആങ്സൈറ്റി ഫോർ സർജറി, നിങ്ങൾക്കറിയാം പലർക്കും പല രീതിയിലുള്ള പേടികളുണ്ട്. സർജറി ഇനി അനസ്തേഷ്യ മുതൽ സർജറിയുടെ ഒരു കോംപ്ലിക്കേഷൻസ്, രക്തം പോകുന്ന, അങ്ങനെയുള്ള പല രീതിയിലുള്ള പേടികളുണ്ട്. അപ്പൊ ആങ്സൈറ്റി ഫോർ സർജറിക്ക് നമുക്ക് മെഡിസിൻസ് ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു പേഷ്യന്റിന്റെ സർജറിക്ക് തയ്യാറാകുമ്പോൾ മുതൽ, പ്രിപ്പറേഷൻ മുതൽ ഹോമിയോപ്പതിയിൽ നമുക്ക് മെഡിസിൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ആങ്സൈറ്റി ഫോർ സർജറി എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് സാധാരണ മെഡിസിൻ തന്നെ, ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റി ഫോർ ഒരു അസാധാരണമായ ഒരു സാഹചര്യം. അപ്പൊ നമ്മുടെ അർജന്റൈട്രിക്കും ജെൽസീനിയം. മറ്റൊന്ന് കാൽക്കരിയ കാർബാണ് ഒരു ആങ്സൈറ്റി ഫോർ സർജറി എന്ന് പറയുന്ന ഒരു മെഡിസിൻസ് ഉള്ളത്. പിന്നെ അതിൽ തന്നെ ഈ ഫിയർ ഓഫ് ഡോക്ടേഴ്സിന്റെ മെഡിസിൻസ് നമുക്ക് ഉപയോഗിക്കാം. ഫിയർ ഓഫ് ഡോക്ടേഴ്സ് അത് ശരിക്കും അതിനകത്ത് കാരണം ഉണ്ടാവും കേട്ടോ. ഈ ഫിയർ ഓഫ് ഡോക്ടേഴ്സ് എന്ന് വെച്ചാൽ പണ്ട് ഡോക്ടർമാരുണ്ടെന്ന്, ഇപ്പൊ കുട്ടികൾ വരുമ്പോൾ നമ്മളെ കാണുമ്പോൾ വലിയ വായിലേ കരയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടിക്ക് മുമ്പ് ഇഞ്ചക്ഷൻ കിട്ടിയ പേടി കൊണ്ടായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഫിയർ ഓഫ് ഇഞ്ചക്ഷനോ ഫിയർ ഓഫ് പെയിൻ ഒക്കെയാണ് നമ്മൾ കണക്കാക്കേണ്ടി വരിക. ഇപ്പൊ ഫിയർ ഓഫ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല 3 മാർക്ക് മെഡിസിൻ ആയിട്ടാണ് നമ്മൾ ചിന്തിക്കാത്ത മെഡിസിൻ. മറ്റു സാധാരണ അർജന്റൈട്രിക്കും ജെൽസീനിയം, സൂചിനെയാണ് പേടിയെങ്കിൽ നമുക്ക് സൈരീഷ്യ അങ്ങനെയുള്ള മെഡിസിൻസിനെ കുറിച്ച് ചിന്തിക്കാം. ഇനി അപരിചിതരെ പേടിയാണെങ്കിൽ നമുക്ക് ബറൈറ്റക്കാർ പോലുള്ള ചിന്തിക്കാം. അതൊക്കെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ അക്വണൈറ്റ്, എല്ലാത്തിനും ആങ്സൈറ്റി പേടിയുള്ള, പിന്നെ ഒരു അപരിചിതരും ഡോക്ടറുടെ മുമ്പിലേക്ക് അതിന് പേടിയുള്ള ആൾക്കാരുണ്ട്. സ്ട്രമോണിയം, ഫോസ്ഫറസ് ഉപയോഗിക്കാണ്. ഇനി ഫിയർ ഓഫ് ഇഞ്ചക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം, ഇഞ്ചക്ഷൻസ് എന്നുള്ളത് തന്നെ അതിനകത്ത് ഏറ്റവും നല്ല മെഡിസിൻസിനകത്ത് നമുക്ക് ഒന്ന് സൈലീഷ്യ, സ്പൈജീലിയ, എപ്പിസ്, ഇവയൊക്കെയാണ് രസമുള്ള മെഡിസിൻസ്. അപ്പൊ അതിനകത്ത് ഈ സൈലീഷ്യക്ക് വേദനയല്ല, സൂചിനെ കാണുമ്പോഴുള്ള പേടി. നിങ്ങൾക്കറിയാം, ഈ ഫിയർ ഓഫ് പോയിന്റഡ് തിങ്സ് ആണ്. എനിക്കൊരു പിന്നെ OCD കേസ്, പിന്നെ OCD ടിപ്പിക്കലായിട്ട് സൈലീഷ്യ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ പേടി മാത്രമല്ല, ദ ആർ സെർച്ചിങ് ഫോർ ദിസ് പോയിന്റഡ് തിങ്സ്. അവര് കണ്ടുപിടിച്ചു നമ്മുടെ റൂമിലായിട്ടിരിക്കുന്ന പിന്നെ സേഫ്റ്റി പിൻ തുറന്നിരിക്കുന്നതും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുട്ടസൂചി കിടക്കും, ഇതെല്ലാം ഈ പേഷ്യൻസ് കണ്ടുപിടിക്കുകയും അത് പറക്കി സുരക്ഷിതമായിട്ട് വെക്കുകയും ചെയ്യും എന്നുള്ളതാണ് സൈലീഷ്യന്റെ ഒരു കണ്ടീഷൻ ഉണ്ടാവുക. മുമ്പ് ഞാൻ ലത്തീഫ് സാർ പറഞ്ഞൊരു കേസ് പറയാം. പണ്ട് ലത്തീഫ് സാറിന്റെ കോളേജ് സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കുറെ തമാശകളുണ്ടാവും. അപ്പൊ സാറ് പിന്നെ ഒരു അഡാമന്റ് ആയിട്ടുള്ള ഹോമിയോപ്പതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ സാറിന്റെ ആ അമിത വിശ്വാസവും ഒരു ചിലപ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം, പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ആയിരിക്കണം. അപ്പൊ സാറ് സൈലീഷ്യ പഠിപ്പിച്ചുകൊണ്ടെങ്കിൽ പറഞ്ഞൊരു കേസ് ഉണ്ട്. സാറിന് ഒരു പേഷ്യന്റിന് സൈലീഷ്യ ആണെന്നുള്ള കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ. അപ്പൊ സാറ് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ലെന്നൊക്കെ ആണെങ്കിലും സാറ് ചില നേരത്തെ കുറെ കൊനിഷ്ഠ ചോദ്യങ്ങൾ വരും. അപ്പൊ സാറ് പറയാണ്, ഒരു ബസ്സിൽ നിങ്ങൾ കയറി, മഴക്കാലമാണ്. അപ്പൊ സൈലീഷ്യ പേഷ്യന്റ് നിങ്ങൾ ആ ബസ്സിലുണ്ട്. അപ്പോൾ അയാളുടെ കാലം കൂടെ കുത്തനെ മേലോട്ട് പിടിച്ചിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് പറയും? ഞാനറിയാം, അയാളെ കാലം കൂടെ പിടിച്ചുകൊണ്ടിരുന്നോട്ടെ, അത്ര കാര്യമുള്ളൂ. പക്ഷെ ഡോക്ടറുടെ മുമ്പിൽ സാറ് ക്ലാസ് ചെയ്യുന്നത്, ഡോക്ടറുടെ മുമ്പിൽ പേഷ്യന്റ്, സാറേ കുഴപ്പമായി. എന്ത് കുഴപ്പം? അയാൾ ആ കുട അങ്ങനെ കുത്തനെ പിടിച്ചാൽ കുഴപ്പമാണ്. സാറ് സന്തോഷമായി. എന്ത് ചെയ്യും നിങ്ങള്? ഞാൻ ആ കുട പോയിട്ട് അയാളോട് തല തിരിച്ച് താഴോട്ടാക്കി വെക്കും. സാർ ഒട്ടണ സൈലീഷ്യ എഴുതി എന്നാണ് സാറ് പറയാറുള്ളത്. കാരണം പേഷ്യൻസിന് ഈ പോയിന്റ്, കാരണം അന്ന് ഇത്ര എന്നെ പഠിപ്പിച്ചിട്ട് 35 കൊല്ലമായി, ഇന്നും ഞാനത് മറന്നിട്ടില്ല എന്നുള്ളതാണ്. സാറിന്റെ കുറെ തമാശകളുണ്ട്, ഭീകരമായ തമാശകൾ. ഒരു തമാശ കൂടിയും പറയാം. സാറ് പിന്നെ അത് എക്സാം 4th ഇയർ എക്സാമിന്റെ സമയത്ത്, കോഴിക്കോട് കോളേജ് പഠിച്ച കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. കോഴിക്കോട് പിന്നെ കോളേജ് പഠിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഒരുത്തൻ പിന്നെ മെഡിസിൻ ഫൈനൽ എക്സാമിന്റെ സമയത്ത് നാട്രമൂർ ആണ് കിട്ടിയത്. അപ്പൊ നാട്രമൂറിൽ സാറിന്റെ കുറെ രീതികളുണ്ട്.
അപ്പൊ സാർ അവനോട് ചോദിക്കുകയാണ്, ഈ പേഷ്യന്റിനോട് ചോദിക്കുകയാണ്, ഡ്രമ്മറാണ്, കോഴിക്കോട് ഹർത്താലാണ്, ഒരു പെട്ടിക്കട മാത്രമേ തുറന്നിട്ടുള്ളൂ, നിങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നു, അവിടെ ആകെ ഉള്ളത് ബ്രെഡും ഓംലെറ്റും മാത്രമാണ്, നിങ്ങൾ അത് കഴിക്കും. പേഷ്യന്റ് പറഞ്ഞു, പിന്നെ കഴിക്കാണ്ട് സാറേ, വിശന്ന് ഭ്രാന്ത് പോയിട്ടിരിക്കുന്ന ബ്രെഡ് കഴിക്കാണ്ടിരിക്കുമോ? ആ കഴിക്കും എന്ന് പറഞ്ഞതും സാറ് പേപ്പറും പെട്ടി എടുത്ത് റിയർ ഒന്നിച്ച് കഴിച്ചു. ബ്രെഡ് നാട്ടർമൂർ പേഷ്യന്റ് ചത്താലും ബ്രെഡ് കഴിക്കില്ലെന്നാണ് സാറിന്റെ ചില തീരെ ആയിരുന്നു. അപ്പൊ സാറിന് ആത്മാവിനോട് ക്ഷമിക്കേണ്ട, സാറ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ സൈലീഷ്യ പേഷ്യൻസിന് ഇഞ്ചക്ഷൻ സൂചിയൊക്കെ ഭയങ്കര പേടിയാണ്. അതിനകത്ത് മറ്റു രണ്ട് മെഡിസിൻസ്, ഈ പോയിന്റഡ് തിങ്സിനോട് പേടിയുള്ള സാധനങ്ങൾ സ്പൈജീലിയും എപ്പിസും ആണ്. ഈ സ്പൈജീലിയന്റെ എപ്പിസിന്റെ പെയിൻ നിങ്ങൾ ഓർത്താൽ മതി, പ്രിക്കിംഗ് ടൈപ്പ് ഓഫ് പെയിൻ എന്നുള്ളത് ആലോചിക്കുക. എപ്പിസിന്റെ ഒക്കെ പെയിൻ എങ്ങനെയാണ് നമ്മൾ പറയാം. അപ്പൊ ആ ഒരു പെയിൻ നാച്ചർ വരെ പിന്നെ ഉള്ള മെഡിസിൻസ് ആണ്. അത് അങ്ങനെ ഓർക്കാൻ കൂടി എളുപ്പത്തിലാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ സർജറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും രോഗി ബോധം കിട്ടുക, ഫെയിന്റിങ് വെൻ ടോക്കിംഗ് അബൌട്ട് സർജറി എന്ന് തന്നെ പറഞ്ഞിട്ട് ഒരു റൂബ്രിക് ഉണ്ട്. കലണ്ടലിയും അലുമിനിയാണ് അതിനകത്തുള്ള മെഡിസിൻസ്. അപ്പൊ ആ കലണ്ടലി അലുമിനിയം ഓർക്കുമ്പോൾ ഞാൻ അത് ഓർക്കാൻ തോന്നാം, അലുമിനിനെ കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു സിംറ്റം ഉണ്ടാവും, ഫെയിന്റിങ് ഫ്രം സീയിങ് സൈറ്റ് ഓഫ് ബ്ലഡ്, ഫെയിന്റിങ് അറ്റ് ദ സൈറ്റ് ഓഫ് ബ്ലഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രക്തം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബോധം കെടുന്ന ഒരു മെഡിസിനാണ് അലുമിന എന്നുള്ളത്. അപ്പൊ ഈ പേഷ്യന്റിനോട് നമ്മൾ സർജറി ഉണ്ട് എന്ന് പറയും, സർജറിക്ക് ഒരു സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ പോലീസിൽ സർജറി ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പേഷ്യന്റ് ഭയങ്കര പിന്നെ ടെൻഷൻ ആകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബോധം കെടുന്ന അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മുടെ അലുമിനിയെ കുറിച്ചിട്ട് ചിന്തിക്കാം. അത് മാത്രമല്ല, അലുമിനിക്ക് വേറെ സിംറ്റം ഉണ്ട്, സൂയിസൈഡൽ ടെൻഡൻസീസ് വെൻ സീയിങ് നൈഫ് ഓർ ബ്ലഡ് എന്നൊരു സിംറ്റം കൂടെ ഉള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പൊ മറ്റൊന്ന് മെഡിസിൻസ് കലണ്ടലി ഉണ്ട്, അലുമിനി ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കാം. പിന്നെ ഈ ബിഫോർ സർജറിക്ക് നമ്മൾ ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ പെയിൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻസ് അത് ഞാൻ പല പേഷ്യൻസിനും കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാര്യം വെച്ചിട്ടുണ്ട്, ഇപ്പൊ ഇവൻ ആസ്പിരിൻ കഴിക്കുന്ന പേഷ്യൻസിനും, ആസ്പിരിൻ കഴിക്കുമ്പോൾ നമുക്കറിയാം ആസ്പിരിൻ കുറച്ച് ദിവസം തന്നെ നിർത്തിയാൽ പോലും പിന്നെ ചില മൈനർ സർജറീസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവർക്ക് ബ്ലീഡിങ് ഉണ്ടായെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ആർണിക്കയും പിന്നെ ഹൈപ്പരിക്കും ഫോസ്ഫറസ് എന്ന മെഡിസിൻസ് ആണ് കൊടുക്കുക. ഈ പല്ല് പറിക്കാൻ പോകുന്ന ധാരാളം പേഷ്യൻസ് ഒരുപക്ഷെ എന്റെ നാട്ടിലെ ഒരുവിധം ഡെന്റിസ്റ്റുകളെല്ലാം ഇപ്പൊ ഹോമിയോ മെഡിസിൻ കഴിക്കുന്ന പേഷ്യൻസിനാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഡോക്ടറെ അടുത്ത് മരുന്ന് മേടിച്ചോളൂ എന്നിട്ട് വരും എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ അതിന്റെ അവർക്ക് അനസ്തീഷ്യ എടുക്കാൻ പറ്റില്ലാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ബ്ലീഡിങ് വരുന്ന ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ട്, അലോപ്പതി മെഡിസിൻ കഴിച്ച അലർജി ഉള്ള ആൾക്കാരുണ്ട്, പല്ല് പറിക്കാതിരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആർണിക്കും ഹൈപ്പരിക്കും കൊടുത്തു കഴിഞ്ഞാൽ പറ്റും. അതുകൊണ്ട് കനോട്ട് ബിയർ ഡെന്റൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന മെഡിസിൻസ് ഇതുപോലെ ഹൈപ്പരിക്കും, ആന്റി ക്രൂഡ്, ആർണിക്ക, ഫ്ലൂറിക് ആസിഡ്, മാക്കാർബ്, സ്റ്റാഫ്സാഗ്രി ഇങ്ങനെയുള്ള മെഡിസിൻസ് ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ ആകെ പറയുന്നത് വളരെ കുറച്ച് മെഡിസിൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ മെഡിസിൻസിനെ കുറിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പോലും, ഇപ്പൊ സ്റ്റാഫ്സാഗ്രിനെ കുറിച്ച് പറഞ്ഞാൽ സ്റ്റാഫ്സാഗ്രിയ ഒരു അനന്ത സാധ്യതയുള്ള ഒരു സാധനമാണ്. അപ്പൊ എസ്പെഷ്യലി സർജറി കഴിഞ്ഞ ഉടനെ അല്ല, കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു ബേൺസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മെഡിസിൻ നമ്മൾ കാൻഡാരിസ് എന്ന് പറയുന്നു. പക്ഷേ കാൻഡാരിസ് കഴിഞ്ഞാൽ അതിന്റെ കുറെ കൂടി കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോസ്റ്റിക്ക് ഉപയോഗിക്കുന്നത് പോലെയാണ് പലപ്പോഴും സ്റ്റാഫ്സാഗ്രിന്റെ എഫക്റ്റുകൾ. ഈ പോസ്റ്റ് സർജിക്കലായിട്ട് വരുന്ന എന്ന് വെച്ചാൽ ഹിസ്റ്ററി ഓഫ് സർജറി ആൻഡ് കംപ്ലൈന്റ് സ്റ്റാർട്ടഡ് ആഫ്റ്റർ സർജറി അങ്ങനെയൊക്കെ പറയുന്ന കേസിനകത്ത് നമുക്ക് ഈ സ്റ്റാഫ്സാഗ്രിയ നല്ല മെഡിസിൻസ് ആണ്. ഞാൻ പറയുന്ന കുറച്ച് മെഡിസിൻസ് നിങ്ങൾ പിന്നെ ഒന്നും കൂടി ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹോമിയോപ്പതിയുടെ വലിയൊരു സാധ്യത വാതായനം നമുക്ക് തുറന്നു തരും. അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു ബിഫോർ സർജറിയാണ് ഞാൻ പറഞ്ഞത്. ഇനി ആഫ്റ്റർ സർജറി ആയിട്ടുള്ള എഫക്ട്സ് ഓഫ് സർജറികൾ എന്തൊക്കെ കാര്യങ്ങൾ വരും, ഒരു സർജറി പ്രോസസ്സ് നടത്തിയതിന് ശേഷമുള്ള കുറേ പ്രശ്നങ്ങൾ വരാം. ഇപ്പൊ അനസ്തേഷ്യ, ആദ്യം ഒരു പേഷ്യന്റ് സർജറി ആണെങ്കിൽ നമുക്ക് അനസ്തേഷ്യ കൊടുക്കണം എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അനസ്തേഷ്യ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള എന്ന് വെച്ചാൽ ബാഡ് എഫക്ട്സ് ഓഫ് അനസ്തേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിൻ നിങ്ങൾക്കറിയാം, അത് അസറ്റിക് ആസിഡ് ആണ്. ആന്റിഡോട്ട് അനസ്തെറ്റി ഓൾ അനസ്തെറ്റിക്കൽ വേപ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പിന്നെ അസറ്റിക് ആസിഡിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ വേപ്പറൈസ് ചെയ്തിട്ടുള്ള പിന്നെ ഇൻഹലേഷൻ ആയിട്ട് കൊടുക്കുന്ന അനസ്തെറ്റിക്സ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇപ്പൊ എന്ന് വെച്ചാൽ സെവഫ്ലോറൻസ്, ഡെസ്ഫ്ലോറൻസ്, ഐസോഫ്ലോറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പിന്നെ ഹാലോജൻ ഡെറിവേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇൻഹലേറ്റഡ് ആയിട്ടുള്ള ഈ അനസ്തെറ്റിക് വേപ്പേഴ്സിനൊക്കെ ആന്റിഡോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് അസറ്റിക് ആസിഡ്. അപ്പൊ നമ്മൾ ഈ പേഷ്യന്റിന് എന്ത് അനസ്തേഷ്യയാണ് ഉപയോഗിച്ചതെന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില ആവശ്യമുണ്ട്. ഞാൻ ഏറ്റവും നല്ലൊരു കേസുകൾ എനിക്ക് കിട്ടിയത്, ഒരു പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം
അയാൾ ആകെ അബ്നോർമലായി. ശേഷം ഓപ്പറേഷൻ കഴിഞ്ഞു, ഓപ്പറേഷൻ സക്സസ് പേഷ്യന്റ് ആയി എന്ന് പറയുന്ന രീതിയിലാണ്. ഓപ്പറേഷൻ സക്സസ് ഇവന് ആകെ തിക്കും വെളിവില്ലാത്ത, ഓറിയന്റേഷൻ ഇല്ലാത്ത ഒരു കേസായിട്ട് എൻ്റെ അടുത്ത് വന്നത്. ചില കേസിനകത്ത് അങ്ങനെ വരാമെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്, സർജറി പുസ്തകത്ത് പറഞ്ഞ അനസ്തേഷ്യന്റെ കോംപ്ലിക്കേഷൻ. അപ്പൊ ഈ പേഷ്യന്റിന് എന്ത് അനസ്തേഷ്യ കൊടുത്തതെന്ന് അറിയണം. കാരണം നമുക്ക് എന്തെങ്കിലും ടോട്ടോപ്പി മെഡിസിൻ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്ന് നമുക്ക് അറിയണം. ഈ പേഷ്യന്റ് ഓറിയന്റേഷൻ മുഴുവൻ തെറ്റി. അയാൾക്ക് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 3 ആഴ്ചയോ മറ്റോ എടുത്തതിന് നമ്മുടെ മെഡിസിൻസ് തന്നെ കഴിച്ചിട്ട്. കാരണം അയാൾക്ക് പിന്നെ ഒരു തിക്കും വെളിവുമില്ല. അപ്പൊ വേറെന്തോ ആവശ്യത്തിന് ഓപ്പറേഷൻ ചെയ്തതാണ്. പക്ഷെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം കുട്ടിക്ക് മാനസിക രോഗം എന്നുള്ള രീതിയിലായി. ഇതിനെതിരെ കേസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അപ്പൊ അവര് അനസ്തേഷ്യക്ക് ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസ് വരാൻ കേസൊന്നും വിജയിക്കാൻ പോകാനുള്ള സാധ്യതയൊന്നും ഇല്ല എന്ന് അവര് തന്നെ പറഞ്ഞു, അവരുടെ വക്കീലൊക്കെ പറഞ്ഞു. അതിന് കോംപ്ലിക്കേഷൻസും ഒരു തകരാറുകളൊന്നും വരില്ല നമ്മൾ എഴുതി കൊടുത്താണല്ലോ. അങ്ങനെയല്ലേ നമ്മൾ ഓപ്പറേഷൻ ഈ മെഡിക്കൽ കോളേജിൽ വരെ ഏറ്റവും വലിയ അത്യന്താധുനിക ആശുപത്രികളിൽ വരെ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഓപ്പറേഷൻ നമ്മൾ വേഗം ഒപ്പിടിക്കുന്ന സാധനത്തിനകത്ത് ഈ ആശുപത്രിയിൽ യാതൊരു സൗകര്യവും ഇല്ലെന്നും ഈ രോഗികൾക്ക് എന്ത് കോംപ്ലിക്കേഷൻ വന്നു ഇതിനകത്തുള്ള എല്ലാ കുഴപ്പങ്ങളും ഇവരോട് പറഞ്ഞു കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നത്. ഇതൊന്നും വായിക്കാനും നമുക്ക് അറിയില്ലിട്ട് വായിക്കാനും നമ്മൾ പോകുന്നില്ല. അപ്പൊ ഈ അനസ്തേഷ്യന്റെ കോംപ്ലിക്കേഷൻസ് ഏകദേശം 8-10 മെഡിസിൻസ് ഉണ്ട്, പല രീതിയിലുള്ള അനസ്തെറ്റിക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനകത്തുള്ള മെഡിസിൻസിനകത്ത് ഇപ്പൊ നമുക്ക് ഓപ്പിയോയിഡ്സ് വരുന്നുണ്ട്, ഈ ക്ലോറോഫോം ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ ഏകദേശം നമുക്ക് ഹോമിയോപ്പതിയിൽ 8 മെഡിസിൻസ് ആണ് നമ്മുടെ മർഫി റെപ്പർട്ടറിയിൽ റഡാറിനകത്ത് പറഞ്ഞിട്ടുള്ള 8 മെഡിസിൻസ് സൈഡ് എഫക്ട്സ് ഓഫ് അനസ്തേഷ്യക്ക്. അതിനകത്ത് ഒന്ന് ഫോസ്ഫറസ് ആണ്, നിങ്ങൾക്കറിയാവുന്ന ഒരു അസറ്റിക് ആസിഡ് പറയും. പിന്നെ ക്ലോറോഫോം എന്ന് പറഞ്ഞ മെഡിസിൻ നിങ്ങൾക്ക് അറിയാം, ക്ലോറോഫോം ഉണ്ട്, കാർബോവജ്, ഓപ്പിയത്തിന് എടുക്കുന്ന മോർഫിൻ, പിന്നെ ഐസോപ്പതിക് മെഡിസിൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ ടോട്ടോപ്പതിക് ആയിട്ടുള്ള മെഡിസിൻസ് പിന്നെ നമുക്ക് അവൈലബിൾ ആണോ എന്ന് നമുക്ക് അന്വേഷിക്കുകയോ അല്ലെ പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കുകയോ നമ്മൾ സ്വയം ഉണ്ടാക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പിന്നെ ഏതാണെന്ന് മെഡിസിൻ ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയൊക്കെ ചില കേസിനകത്ത് നമുക്ക് ആവശ്യം വരാം. അനസ്തേഷ്യന്റെ കോംപ്ലിക്കേഷൻസ് നിങ്ങൾ ഏതെങ്കിലും ഡോക്ടർമാർ സീനിയേഴ്സ് ചിലപ്പോൾ അനസ്തേഷ്യന്റെ കോംപ്ലിക്കേഷൻസ് പറയുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഫോസ്ഫറസ് ഈസ് ദ റെമഡി ടു ഗിവ് ദ നാർക്കോസിസ് ഓഫ് ക്ലോറോഫോം എന്ന് പറയുന്നുണ്ട്. പഴയ കാലത്താണ് ക്ലോറോഫോംസ് ഉപയോഗിക്കുന്നത്, ഇപ്പൊ അങ്ങനെ ക്ലോറോഫോംസ് ഒന്നുമല്ല, ക്ലോറോഫോം ഡെറിവേറ്റീവ്സ് മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ക്ലോറിനും ഫ്ലൂറിനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഹാലോജൻ കോമ്പൗണ്ട്സ് ആണ് അവർ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ബ്രൈറ്റ് ഡിസീസ് അനസ്തേഷ്യ ഫ്രം, അതിനും ഫോസ്ഫറസ് ആണ് മെഡിസിൻ. ബ്രൈറ്റ് ഡിസീസ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, കിഡ്നിക്ക് തകരാറ് പറ്റുക. ഇപ്പൊ കാലിലാണ് ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് കിഡ്നി ഡിസീസ് തുടങ്ങിയ നമ്മൾ ചിന്തിക്കേണ്ടത് ദാറ്റ് ക്യാൻ ബി എ കോംപ്ലൈൻസ് ഫ്രം ദ അനസ്തെറ്റിക് മെഡിസിൻസ് യൂസ് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. പിന്നെ നമ്മൾ ഒരു ഇമ്മീഡിയറ്റ് എഫക്ട് സർജറി എന്ന് പറഞ്ഞാൽ അടുത്തത് നമ്മുടെ ലോസ് ഓഫ് ബ്ലഡ് ആണ്. അപ്പൊ ലോസ് ഓഫ് ബ്ലഡിനാണെങ്കിലും നമ്മൾ ഏറ്റവും നല്ല മെഡിസിൻസ് ബ്ലഡ് ബ്ലീഡിങ് കൂടാതിരിക്കാനും ബ്ലീഡിങ് തടയാനും. ചില കേസിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവൻ ഞാൻ പറഞ്ഞില്ല, ആസ്പിരിൻ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ബ്ലീഡിങ് തടയാൻ വേണ്ടി നമുക്ക് പേഷ്യൻസിന് അഡ്വാൻസ്ഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസ് ആണ് ഈ ഫോസ്ഫറസ്, കലണ്ടുല, ആർണിക്ക ഇങ്ങനെയുള്ള മെഡിസിൻസ്. ഈ കലണ്ടുലക്കൊക്കെ അനന്ത സാധ്യതകൾ ഉണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ ഫോസ്ഫറസ്. അതിനകത്ത് ഹൈപ്പോവൊളാമിക് ഷോക്കിന് നിങ്ങൾക്കറിയാലോ, നമ്മൾ ബ്ലീഡിങ് വന്നിട്ട് നമുക്ക് പേഷ്യന്റ് അബോധാവസ്ഥരായി പോകുന്ന ഒരു സാധ്യത തടയാനും, അങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് നമുക്കൊരു അവസരം കിട്ടുവാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട മെഡിസിൻ സ്ട്രോൺഷ്യം കാർബാണ്. അപ്പൊ അതിനകത്ത് സ്ട്രോൺഷ്യം കാർബിനകത്ത് പറഞ്ഞ് ബ്ലഡ് ഡസ് നോട്ട് കൊയാഗുലേറ്റ്. സർജറി ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് ഇങ്ങനെ കട്ടയാവൂല, ഇങ്ങനെ പതുക്കെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ സ്ട്രോൺഷ്യം കാർബിനെ കുറിച്ച് അറിയാത്തവർ ഒന്ന് വായിക്കുക. അതുപോലെ ക്രോണിക് സിക്കലി ഓഫ് ഹെമറേജ്, നമ്മൾ ചൈനയാണ് ചിന്തിക്കുക. അങ്ങനെ വരുമ്പോഴും ഈ സ്ട്രോൺഷ്യം കാർബ് നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ കലണ്ടുല നല്ലൊരു മെഡിസിൻ ആണെന്ന് ഓർക്കുക. ബോറിക്കിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിങ്, കോൾഡ്നെസ് ഓഫ് ദി ബോഡി, പ്രോസ്ട്രേഷൻ ആഫ്റ്റർ സർജറി, ഇത് മൂന്നും വരുന്ന കണ്ടീഷൻ. ഇത് മൂന്നും വരിക എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ്ങും ശരീരം തണുത്തു പോവുക എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പോവൊളാമിക് ഷോക്ക് എന്നൊന്നും നമ്മുടെ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ പറയുന്നതാണ്. സ്ട്രോൺഷ്യം കാർബാണ് അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കരുതേണ്ട ഒരു സാധനം. അത് അങ്ങനെ ഒരു നല്ലൊരു സർജറി വരികയാണെങ്കിൽ, അങ്ങനെ ഒരു പേഷ്യന്റിനെ കാണാൻ പോകേണ്ട അവസരം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ റിലേറ്റീവ് ആണെങ്കിൽ നമ്മൾ കരുതി വെക്കേണ്ട ഒരു മെഡിസിൻ ആണ് സ്ട്രോൺഷ്യം കാർബ് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റേത് കോൺസ്റ്റിറ്റ്യൂഷണൽ വീക്ക്നെസ് ആഫ്റ്റർ സർജറി, അത് പറഞ്ഞാലും ഈ സ്ട്രോൺഷ്യം കാർബ്, കലണ്ടുല, അസിറ്റിക് ആസിഡ്, കാർബോവെജ്, ആർണിക്ക, ഹൈപ്പരിക്കം, ഫോസ്ഫറസ്, ഇതെല്ലാം ഏകദേശം നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. ഒരു സർജറി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഒരു ഇഞ്ചുറിനെ കുറിച്ചിട്ട് പറയുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട്. ഒരാൾക്ക് ഒരു
ചതവ് പറ്റി എന്ന് പറഞ്ഞ് ഒരാളെ ഒരു മരത്തിന്റെ മുകളിൽ വീണു അല്ലെങ്കിൽ ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉടനെ നമ്മള് ഭൂരിഭാഗം പേരും റോഡ് ആക്സിഡന്റ് അല്ലേ ഉടനെ ആർണിക്ക കൊടുക്കാം എന്ന് മാത്രമാണ് ചിന്തിക്കുക. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് ആർണിക്ക എന്നുള്ളത് ഒരു സെക്കൻഡ് ആർണിക്ക എന്നുള്ളത് പ്രധാനമായിട്ട് നമുക്കൊരു മസിൽ ഇഞ്ചുറിക്ക് ഒരു മെഡിസിൻ ആയിട്ട് കണക്കാക്കാന്ന് വിചാരിക്കാം. ഒരു റോഡ് ആക്സിഡന്റ് ആകുമ്പോൾ മസിലിന് മാത്രമല്ല ഇഞ്ചുറി പറ്റുക, ബോണിന് ഇഞ്ചുറി പറ്റും. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടാവും എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ മസിലിന് ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ ആർണിക്ക, ബിലിസ് ഫെർനിസ് പോലുള്ള മെഡിസിൻസ് ഉപയോഗിക്കണം. ഒരു ജോയിന്റിന് ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റോക്സ്, ബയോണിയ പോലുള്ള മെഡിസിൻസ് ഉപയോഗിക്കണം. ഇനി അതല്ലാതെ നേഴ്സ് ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പരിക്കം പോലുള്ള മെഡിസിൻസ് ചിന്തിക്കണം. ബോണിന്റെ കവറിംഗ് ആണ് നമുക്ക് അതുപോലെ സിംഫൈറ്റ് പോലുള്ള മെഡിസിൻസ്. അപ്പൊ ഇങ്ങനെ ഒരു എവിടെ വീണു അവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ഇനിയിപ്പോ അതിൽ സോഫ്റ്റ് ടിഷ്യൂവിനാണ് ഇഞ്ചുറി പറ്റിയെങ്കിൽ നമുക്ക് കൊണിയം പോലുള്ള മെഡിസിൻസ് ചിന്തിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ചിന്തയിലായിരിക്കണം നമ്മൾ ഒരു ഫാളിനെ പോലും കണക്കാക്കണം. ആർണിക്ക കൊടുത്ത് സർവ്വരോഗ സംഹാരിയാണെന്ന് വിചാരിക്കുന്നത്. ആർണിക്ക് പറ്റുന്ന കാര്യം ചെയ്യാൻ പറ്റും. നെർവ്സിന്റെ വേദനയൊക്കെ ഒരു പരിധി വരെയൊക്കെ കുറയ്ക്കാൻ പറ്റും. പക്ഷെ ഒരു ബോൺ ഇഞ്ചുറി ഒക്കെ അതുകൊണ്ട് പിന്നെ ഒറ്റ ഒന്നിൽ സ്റ്റക്ക് ഓൺ ചെയ്യാണ്ട് അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് ഇവർ കൂട്ടുകാരെല്ലാവരും കൂടുമ്പോൾ ഒന്നിച്ചിട്ട് അങ്ങോട്ട് ക്യൂർ ചെയ്തോളും. അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മുറിക്കുമേ സ്കിന്ന് കട്ട് ചെയ്യണം, മസിൽ കട്ട് ചെയ്യണം, ചില ബ്ലഡ് വെസൽസ് കട്ട് ചെയ്യും, നെർവ്സ് കട്ട് ചെയ്യും. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നെർവ് ഇഞ്ചുറീസ് വരാമെന്നുള്ള ചിന്തയും ആ നെർവ് ഇഞ്ചുറി എവിടെ നെർവ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ആ ഭാഗത്തോട്ട് നെർവ് സപ്ലൈ കുറവ്, അപ്പൊ നെർവ്നെസ് പറയാം, ടിംഗ്ലിങ് വരാം. അപ്പൊ അതുകൊണ്ട് ഹൈപ്പരിക്കും കോസ്റ്റിക്കും അടുത്തൊരു മെഡിസിൻ ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക അങ്ങനത്തെ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ. അതുപോലെ മെഡിസിൻസ്, ഒരു സർജറി വന്നു കഴിഞ്ഞാൽ ധാരാളം മെഡിസിൻസ് ഉപയോഗിക്കേണ്ടി വരും. ആ മെഡിസിൻസ് നേരത്തെ പറഞ്ഞാൽ അനസ്തെറ്റിക് മെഡിസിൻസ് സൈഡ് എഫക്റ്റുകൾ വേറെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഇവർ ഉപയോഗിക്കുന്ന മെഡിസിൻസ് എന്ന് വെച്ചാൽ ഒരു ഡീപ്പ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്സ് നമുക്കറിയാം. ഇപ്പൊ ആന്റിബയോട്ടിക് പ്രോട്ടോകോൾ വന്നു നമുക്കറിയാം. ഞാനിപ്പോ രണ്ടിടത്ത് ക്ലാസ് എടുക്കാൻ പോയിട്ട് ഇത് അലോപ്പതി മെഡിസിനെ കുറിച്ച് ആന്റിബയോട്ടിക് പ്രോട്ടോകോളിനെ കുറിച്ച് നമ്മൾ ക്ലാസ് എടുക്കേണ്ട അവസ്ഥയാണ്. ഇപ്പൊ നമ്മള് എല്ലാം ഈ ആയുഷ് സ്ഥാപനങ്ങളിലും അങ്ങനെയുള്ള ക്ലാസ് വേണമെന്നുണ്ട്. അപ്പൊ ഞാൻ 2 സ്ഥാപനങ്ങളിൽ പോയിട്ട് ആന്റിബയോട്ടിക്സ് അമിതമായിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് ക്ലാസ് എടുക്കേണ്ടി വന്നു. കാരണം ഈ രോഗാണുക്കൾ വരും എന്ന പ്രതീക്ഷയിൽ ആന്റിബയോട്ടിക്സ് മുൻകൂർ ജാമ്യമായിട്ട് ഉപയോഗിക്കും. അപ്പൊ ഇങ്ങനെ ഈ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ആന്റിബയോട്ടിക്സ് ഇസ് നോട്ട് മെൻ ഫോർ ദാറ്റ്. പക്ഷെ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈവൻ അലോപ്പതി ഡോക്ടേഴ്സ് വൈറൽ ഡിസീസ് വരുമ്പോൾ പോലും ആദ്യം ആന്റിബയോട്ടിക്സ്, ജലദോഷം വരുമ്പോൾ കൂടുതൽ ആന്റിബയോട്ടിക്സ് എഴുതുക. എന്താ കാര്യം എന്ന് വെച്ചാൽ ബാക്ടീരിയ വന്നെങ്കിലോ, ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള സാധനങ്ങളെ തടയാനേ അതിനെ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം. അപ്പൊ വൈറസിന് ശരിക്കും ജീവനില്ല, നിങ്ങൾക്കറിയാലോ. വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോ ഈ ആന്റിബയോട്ടിക്സിന്റെ എക്സസ് ഉപയോഗങ്ങൾ മനുഷ്യരിൽ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളിലും പന്നികളിലും പശുക്കളിലും എല്ലാം അവർ രോഗം വരാതിരിക്കാൻ വേണ്ടി ആന്റിബയോട്ടിക്സ് അടങ്ങിയ സാധനം കൊടുക്കുന്നു. പാലിനകത്ത് ചേർക്കുന്നു, പാല് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ആന്റിബയോട്ടിക്സ് കൊടുക്കുന്ന പശുവിന്റെ പാലിലൂടെ നമുക്ക് ആന്റിബയോട്ടിക്സ് കിട്ടുന്നു. അങ്ങനെ നമ്മുടെ ശരീരം ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആകുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു ഭാവിയിൽ ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു മോഹന വാഗ്ദാനം എന്ന് പറയുന്ന ആലോചനയാണ് ഇവരുടെ മരുന്നുകളൊന്നും ഫലിക്കാതെ വരുന്നത്. എന്നാലോചിച്ച് നോക്കിയേ, ഈ ഹോമിയോപ്പതിയുടെ ഞാൻ പറഞ്ഞ പോലെ ഈ സർജറിയുടെ അനന്ത സാധ്യതകൾ എന്ന് പറഞ്ഞാൽ മരുന്ന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ തന്നെ ആശുപത്രികൾ നിലനിൽക്കുന്നു ഓൾറെഡി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ തന്നെ ആശുപത്രികൾ നിലനിൽക്കുന്നത് ഓൺലി ബിക്കോസ് ഓഫ് ദ സർജറി ആൻഡ് ഫോർ ദ ഡയഗ്നോസിസ്. ഈ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവരുടെ മെഷീനുള്ളിൽ കടന്നു പോയിട്ട് രോഗം എന്തെന്ന് തിരിച്ചറിഞ്ഞാലും അവർ 100 കൂട്ടം ക്ലാസിഫിക്കേഷൻ വെച്ചാൽ അവസാനം നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ ക്യാൻസറിന് എന്തെല്ലാം ഡിവിഷൻസ് ഉണ്ട്, നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. എന്ത് ചെയ്യാന്? കീമോ ചെയ്യും, റേഡിയേഷൻ ചെയ്യും. അങ്ങനെയുള്ള മൂന്ന് ഓപ്ഷനിലോട്ട് മാത്രമേ വരുന്നത്. ഏത് ക്യാൻസർ ആയാലും ചെയ്യാൻ പോകുന്നത്. ഹലോ, കേൾക്കാമോ? എന്തുകൊണ്ടോ കട്ടായിപ്പോയി. ഹലോ, കേൾക്കാം ഡോക്ടറെ. ഹലോ ഡോക്ടറെ, ആ കേൾക്കാം. പക്ഷേ ആ ചരിഞ്ഞായിപ്പോയി, ഒരു പൊസിഷൻ ചേഞ്ച് ആയിപ്പോയി, പൊസിഷൻ ശരി. ഫോണിന്റെ പൊസിഷൻ. ഓക്കെ 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 ഓക്കെ, ആ ഇപ്പൊ ശരിയല്ലേ? ഓക്കെ. അത് കഴിഞ്ഞ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇത് കട്ടായി പോകുന്നുണ്ട്. ഇത്ര ഡ്യൂറേഷൻ അങ്ങനെ വെച്ചിട്ട് കട്ടാവുന്നുണ്ടോ ഒന്ന് ഇല്ല നോക്കണേ. ഇല്ല, അതുകൊണ്ടല്ല, എന്തോ റേഞ്ച് പ്രശ്നം എന്തെങ്കിലും. അല്ല, കഴിഞ്ഞ ദിവസം മറ്റു സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഇത് കട്ടായി പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത്
നമുക്ക് ഇങ്ങനെയുള്ള ഈ പിന്നെ ഓരോ സാധ്യതകൾ ഉപയോഗിക്കുമ്പോൾ എന്നുവെച്ചാൽ അവർ ആ ഒരു ആശുപത്രികൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത് നമ്മൾ വേറൊരു കണ്ണിലൂടെ നോക്ക്. അവർ ഡയഗ്നോസിസിനാണ് വലിയ വലിയ മെഷീനറീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ പരസ്യങ്ങൾ കൊടുക്കുന്നത്. അല്ലാണ്ട് ഞാൻ മരുന്ന് കൊടുത്തിട്ട് രോഗം മാറ്റാം എന്ന് പറഞ്ഞിട്ടല്ല. അലോപ്പതി ഇപ്പൊ മോഡേൺ സയൻസ്, സോ കോൾഡ് മോഡേൺ മെഡിസിൻ, അവർ മരുന്നുകളിലല്ല ഗവേഷണം നടത്തുന്നത്, പുതിയ സർജറികളിലും. എന്നാൽ സർജറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പ്ലംബർ ചെയ്യുന്ന ഒരു വർക്കാണ്. എന്ന് വെച്ചാൽ എനി എക്സ്പെർട്ടൈസ് കാൻ ഡു. അതിനകത്ത് ഒരു പ്ലംബർ പ്ലംബിംഗ് ചെയ്യുന്നത് പോലെ, ഒരു ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക് ഫിറ്റിംഗ് ചെയ്യുന്നത് പോലെ ചെയ്യാമെന്ന ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രോസസ് ആണ് ഇപ്പൊ നടക്കുന്ന സർജറികളല്ല. ഭൂരിഭാഗം സർജറികൾ അങ്ങനെ തന്നെ എല്ലാം ചിന്തിച്ചു നോക്കൂ. പിന്നെ മെഡിസിൻസ് വളരെ കുറച്ച് മെഡിസിൻസ് ഉള്ളൂ. ഏത് രോഗത്തിനാണ് മെഡിസിൻസ് ക്യൂറബിൾ എന്ന് പറയുന്ന മെഡിസിൻസ് ഉള്ളത്? അതിൽ തന്നെ ചെയ്യുന്നത് ഇമാതിരി മണ്ടത്തരങ്ങളാണ്. വൈറൽ ഡിസീസിന് ആന്റിബയോട്ടിക്സ് പോലുള്ള സാധനം ഏത് നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ എടുത്തോളം ആന്റിബയോട്ടിക്സ് കാണുന്നത്. എന്നിട്ട് അതുണ്ടാകുന്ന ദഹനക്കേടുകൾ മാറ്റാനുള്ള ആന്റാസിഡ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ഉപയോഗിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മെഡിസിൻസ് അവർ കൊടുക്കും. അപ്പോൾ നമ്മൾ നോ എന്നൊന്നും പറയണ്ട, വരട്ടെ, അവരത് കഴിച്ചതിന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരട്ടെ, നമ്മൾ നമ്മുടെ മെഡിസിൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അലോപ്പതിക്കാർ ഉള്ളിടത്തോളം കാലം ഹോമിയോപ്പതിക്കാരന് ഒരു ടെൻഷനും വേണ്ട, നമുക്കുള്ള ചോറ് അവർ തന്നുകൊള്ളുന്നതാണ്. കാരണം ഇനി അവർക്ക് വരാൻ പോകുന്നത് മെഡിസിൻ ഫലിക്കാതെ വരുന്ന, ഇപ്പൊ ഞാൻ മുമ്പ് MDR ഞങ്ങൾക്ക് TBക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. എല്ലാ വർഷവും 2 ദിവസം TBക്കാരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ കണ്ണൂർ ഒരു പ്രാവശ്യം TB ഒരു ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് അവർ MDR TB ഒന്നും നിങ്ങൾ ട്രീറ്റ് ചെയ്യരുത്, ഉടനെ അവർക്ക് അയക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല MDR TB എന്ന് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB ആണല്ലോ, നിങ്ങൾ ഇത് എന്ത് ചെയ്യാൻ പോകുന്നു? അല്ല, നമ്മൾ വേറെ മെഡിസിൻസും ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കൊടുത്തിട്ടുണ്ട്, അവരുടെ മെഡിസിൻസ് എല്ലാം റെസിസ്റ്റന്റ് ആയിട്ടുള്ള സാധനത്തിനാണ്. അപ്പൊ ഞാൻ അന്നത്തെ ക്ലാസ്സിനകത്ത് ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചത് ഇത്രേ ഉള്ളൂ, മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് എന്ന് വെച്ചാൽ പിന്നെ മോഡേൺ മെഡിസിൻ റെസിസ്റ്റന്റ് എന്ന് ഇട്ടാൽ വലിയ കുഴപ്പമുണ്ടോ? കാരണം അവരുടെ മെഡിസിൻ റെസിസ്റ്റന്റ് ഉള്ളൂ. എന്തുകൊണ്ട് വൈ ഡു യു ട്രൈ ഹോമിയോപ്പതി or അലോപ്പതി എനി ആയുഷ് സിസ്റ്റം? കാരണം ഈ പേര് ക്ഷയം എന്നുള്ള വാക്ക് തന്നെ വന്നത് ആയുർവേദത്തിൽ നിന്നാണ്. ഇപ്പൊ ഈ TB എന്ന് പറയുന്നത് ട്യൂബർകുലോസിസ് എന്നൊക്കെ പിന്നല്ലേ കണ്ടുപിടിച്ചത്. ഈ ക്ഷയം എന്നുള്ള വാക്ക് എത്രയോ കാലമായിട്ട് ഭാരതത്തിലുണ്ട്. അപ്പൊ നമുക്കത് ആദ്യമേ ഉണ്ടായിരുന്നു. ഒരു രോഗത്തിന് പേരിടാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തിന് മരുന്നില്ല എന്നെങ്ങനെ ഇവർ പറയാം? ഇവരുടെ രീതിയിലുള്ള മരുന്നുകളെന്ന് അവർ പറഞ്ഞിട്ടില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അന്ന് ആയുർവേദ ചികിത്സിച്ചിരിക്കാം, ഇന്നിപ്പോ മെഡിസിൻസ് ഉണ്ടോ എന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ MDR TB എന്ന് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം ഭയങ്കരമായിട്ട് ജാഗരൂകമായിരിക്കണം എന്ന് പറയുന്നതൊന്നും വലിയ കാര്യമൊന്നുമില്ല. മൾട്ടി അലോപ്പതിക് ഡ്രഗ് റെസിസ്റ്റന്റ് TB എന്ന് പറഞ്ഞാൽ മതി. മറ്റുള്ള സിസ്റ്റം നിങ്ങൾക്ക് കൊടുത്തു നോക്കൂ. ഫോർ ദ സേക്ക്, നിങ്ങൾ ഹോമിയോപ്പതിയുടെ അല്ല, നിങ്ങൾ രോഗിയുടെ രക്ഷയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ മറ്റുള്ള സിസ്റ്റത്തിന്റെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുമെന്ന് പറഞ്ഞാൽ അത് ആ ഡോക്ടർക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മളിനി എന്നിട്ട് പിറ്റത്തെ പ്രാവശ്യം അതൊരു 3 വർഷം മുമ്പാന്ന് തോന്നുന്നു. അതിനുശേഷം 1 വർഷം ഞങ്ങളെ വിളിച്ചില്ലപ്പോ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. കാരണം ഇവര് TB കേസ് നമ്മൾ കണ്ടുപിടിച്ച ഉടനെ അവർക്ക് റെഫർ ചെയ്യണമെന്നുള്ളത്, നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ സർജിക്കൽ കേസിനകത്ത് രോഗികൾ ധാരാളം ഹെവി ആന്റിബയോട്ടിക്സ്, ഒരു വിത്തൗട്ട് എനി ഇൻഫെക്ഷൻ അവർക്ക് ഹെവി ആന്റിബയോട്ടിക്സ് കൊടുക്കും. ഹെവി ആന്റിബയോട്ടിക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസ്ട്രൈറ്റിസ് വരും, അതുപോലെ കോൺസ്റ്റിപ്പേഷൻസ് വരും. അതും നമ്മുടെ പെട്ടെന്നൊന്നും മാറാൻ പറ്റാത്ത രീതിയിലുള്ള കോൺസ്റ്റിപ്പേഷൻ വരും. അതിലും വലിയ അവരിപ്പോ വയറിളക്കാനുള്ള മെഡിസിൻസ് കൊടുക്കും. അപ്പോഴും രോഗികൾക്ക് വയറിളകാതെ വരും. അപ്പോഴാണ് നമ്മുടെ മെഡിസിൻസ് ഇതുപോലെ നക്സോമിക്കും നമ്മുടെ ഓപ്പിയവും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉപകാരപ്പെടുക. പിന്നെ അതുപോലെ സ്റ്റിറോയിഡ്സ്, നമ്മളെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഹെവി സ്റ്റിറോയിഡ്സ് കൊടുക്കും. കാരണം ശരീരത്തിന്റെ പ്രതിരോധ ശേഷി പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ സാധനങ്ങൾ അവിടെ ഇരിക്കുള്ളൂ എന്നുള്ള ചിന്ത കൊണ്ട് അവർ സ്റ്റിറോയിഡ്സ് കൊടുക്കും. അപ്പൊ ഇതിനെല്ലാം ഹോമിയോപ്പതിക്ക് ഒരു വലിയ ഒരു സാധ്യതകൾ ഉണ്ട്, ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റുകൾ സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ പെയിൻ, ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു രോഗി നേരിട്ട് വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ അവസരം ഉപയോഗിക്കുക. അതല്ല എങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ വരുമ്പോൾ പോലും നമ്മൾ ഇത് ആദ്യം ചിന്തിക്കുക. നിങ്ങൾ ആ മെഡിസിൻ എല്ലാം കഴിച്ചു, അതിന്റെ കൂടെ നമ്മുടെ മെഡിസിനും കഴിച്ചിട്ടു. കാരണം ഞാൻ ഈവൻ ക്യാൻസർ പെയിൻസ് മാറാതെ വരുമ്പോൾ അവർ പറയും, ഇനി ഇത് കൊടുത്തിട്ട് കാര്യമില്ല, പേഷ്യന്റ് ഇങ്ങനെ കിടക്കുക, അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ അപസ്മാരത്തിന് മെഡിസിൻ കൊടുക്കുന്ന ആലോചിച്ച് നോക്കി, അലോപ്പതി മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ രോഗിക്ക് ടിച്ചിങ് വരുന്നുണ്ട്, പക്ഷെ പുറമെ കണ്ടാലല്ലേ, ടിച്ചിങ് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് അപസ്മാരം എന്ന് അറിയുള്ളൂ എന്ന് പറയുന്ന രീതിയിലാണ്. അപ്പൊ രോഗിക്ക് ഈ സിംറ്റംസ് ഉണ്ടാവും, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ ക്യാൻസർ പിടിച്ചിരിക്കുന്ന രോഗി പതുക്കെ ഞരങ്ങുകയും മൂളുകയും ചെയ്യുന്നുണ്ട്. ഞരക്കത്തിന്റെ ശക്തി കുറവുണ്ട്, അതുകൊണ്ട് വേദന കുറവുണ്ടെന്ന് അറിയില്ല. കാരണം ആ മനുഷ്യൻ ഞരങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ എത്തിയിട്ടുണ്ട് നമ്മളെ പിതൃനും മോർഫിനൊക്കെ കൊടുത്തിട്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിനകത്ത് വരെ നമ്മുടെ മെഡിസിൻസ് നമുക്ക് എഫക്റ്റീവായിട്ട് മാറാറുണ്ട്. അപ്പൊ അതുപോലെ ഈ സർജിക്കൽ കേസിനകത്ത് ഈ പെയിന് നമുക്ക് കലണ്ടിലെ ആർണിക്ക വളരെ സാധാരണ മെഡിസിൻസാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ കലണ്ടിലേന്റെയും ആർണിക്കേന്റെയും ഒക്കെ അനന്ത സാധ്യതകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ കലണ്ടിൽ, അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഹയർ പൊട്ടൻസി നമുക്ക് ഉപയോഗിക്കാം.
അതുപോലെ തന്നെ ഈ ബാക്ക് പെയിൻ ആഫ്റ്റർ ഓപ്പറേഷൻ, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മെഡിസിൻസ് നമ്മൾ സാധാരണക്കാരെല്ലാവരും പെട്ടെന്ന് ഹൈപ്പരിക്കൻ നാട്രോസൾഫാണ് ഉപയോഗിക്കുക. പക്ഷെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ബെർബറിസിൻ കലണ്ടലയാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ആണെന്ന് നോട്ട് ചെയ്യും. ബെർബറിസിൻ കലണ്ടലയാണ് ബാക്ക് പെയിൻ ആഫ്റ്റർ ഓപ്പറേഷന്റെ കാര്യം അറിയാമോ? ഈ ലെമ്പർ പങ്ക്ചർ, ലെമ്പർ അനസ്തീഷ്യ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഏറ്റവും എന്താണ് ഒരു സ്ത്രീകളുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമാണ് ഈ ലെമ്പർ അനസ്തീഷ്യ എന്നുള്ളത്. കാരണം വയറാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു കുടം കവിച്ചോളം വയറിരിക്കുന്നു. ഈ പിടിക്കുന്ന ശരിക്കും നേഴ്സുമാർ അത്രയും കടുപ്പത്തിൽ പിടിക്കേണ്ട കാര്യമില്ല. രണ്ട് നേഴ്സുമാരെ തലയ്ക്കും കാലിലും കൂടി പിടിച്ചിട്ട് നിങ്ങൾക്ക് അറിയാലോ, ഓപ്പറേഷൻ ചെയ്ത അമ്മച്ചിമാർ ഇവിടെ കൂടെ ഉണ്ടാവുമല്ലോ, ആ രീതിയിൽ പോലെ വളച്ചിട്ടാണ് ഇവർ നട്ടലിനുള്ളിൽ സൂചി വെക്കുന്നത്. അപ്പോ ഇത് ഇത്രയൊന്നും വളയ്ക്കേണ്ട കാര്യമില്ലാണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഡോക്ടർ വരുന്നതിന് ഇപ്പോൾ ഇവർ വളച്ചുകൂടെ പിടിച്ചിട്ടുണ്ടാവും. ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ഡോക്ടർ നോക്കി നിൽക്കുകയോ അല്ലെങ്കിൽ ഡോക്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒറ്റ ഇഞ്ചക്ഷൻ കൊണ്ട് ആജീവനാന്ത കാലം നടുവേദന വരും. പക്ഷെ ഒരു ഗൈനക്കോളജിസ്റ്റുകളും അതുകൊണ്ടാണ് നടുവേദന വന്നത് സമ്മതിക്കാറില്ല. പക്ഷെ പേഷ്യൻസിന് വരുന്ന കാര്യം നമുക്ക് അറിയിക്കാം. അപ്പൊ അവിടെ പഞ്ചേർഡ് വൂൺസ് എന്നുള്ള രീതിയിൽ നമുക്ക് മെഡിസിൻസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പക്ഷെ സാധാരണ ഇതിൽ അതുകൊണ്ടാണ് പറഞ്ഞത് നെർവ് ഇഞ്ചുറി എന്നുള്ള രീതിയിൽ ഹൈപ്പരിക്കും നാട്രോസൾഫ് അറിയാമല്ലോ, നമ്മുടെ നെർവ്സിനും ഹെഡ് ഇഞ്ചുറിക്കും ഒക്കെ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണ് നാട്രോസൾഫ്. അപ്പൊ ലെമ്പർ അനസ്തീഷ്യയാണ് കൊടുത്തിട്ട് ഇപ്പൊ താഴോട്ടുള്ള ബ്ലാഡറിന്റെ അല്ല പ്രോസ്റ്റേറ്റിലേക്ക് ഓപ്പറേഷനകത്ത് പലപ്പോഴും ലെമ്പർ അനസ്തീഷ്യ അല്ല പ്രസവത്തിനൊക്കെ ഉപയോഗിക്കുന്ന കണ്ടീഷനകത്ത് ലെമ്പർ അനസ്തീഷ്യയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ മെഡിസിൻസിനകത്ത് അങ്ങനത്തെ ഒന്ന് ബെർബറിസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഈ ബെർബറിസ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരുടെയും ഒരു ചിന്ത, പല ഡോക്ടർമാരും ചിന്ത ഇത് കിഡ്നിക്ക് മാത്രമുള്ള മെഡിസിൻ ആണെന്നുള്ളത്. അങ്ങനെ വിചാരിക്കേണ്ട. ബെർബറിസ് വൾഗാരിസ് പിന്നെ ഈ പല വേദനകൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് അങ്ങനെ ചില മിസ്ലീഡ് ചില കൺസെപ്റ്റുകളുണ്ട്, നമ്മൾ സോളിഡ് ഐഡിയാസ് ഉണ്ട്. ഇപ്പൊ എസ്കുലസിന്റെ ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും ചിന്തിക്കുക ഹെമറോയിഡ്സിനോട് കൂടി വന്നാൽ ബാക്ക് പെയിൻ നമ്മൾ നെക്സോമിക്ക് ഉപയോഗിക്കുന്നവരാണ് എസ്കുലസ് ഉപയോഗിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ബാക്ക് ആസിഫ് ഫാൾ ഇൻ ടു പീസസ് എന്ന് പറയുന്ന ഭീകരമായ നടുവേദനയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിസിനാണ് എസ്കുലസ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ ബെർബറിസിൻ കരഡിൽ ബാക്ക് പെയിൻ ഓപ്പറേഷൻ ആഫ്റ്റർ എന്നുള്ള ഒരു മെഡിസിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ പോസ്റ്റ് ഓപ്പറേഷണൽ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ. അപ്പോൾ അവിടെ ഗ്യാസ് പെയിനും വേറെ മെഡിസിൻസ് ആണ്. ഗ്യാസ് അല്ലാതെ ഓപ്പറേഷന് ശേഷമുള്ള പെയിനുകൾക്ക് ആർണിക്കയും കലണ്ടലയും കാർബോവിജ് കാർബോനിമാലിസ് പിന്നെ ചൈന നോക്കണം. അവിടെ കാർബോവിജ് പിന്നെ ചൈനയും വന്നിട്ടുണ്ട്. ലൈക്കോപോഡിയം മാത്രമാണ് ട്രയോഫ്ലാറ്റിലൻസിൽ ഇല്ലാത്തുള്ളൂ. പിന്നെ ഹൈപ്പരിക്കും സ്റ്റാഫിസാഗ്രിയ. ഈ സ്റ്റാഫിസാഗ്രിയനെ കുറിച്ചിട്ട് ഈ പോസ്റ്റ് ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ച് ഞാൻ ഒരു കഥ കൂടി പറയാം ഇത് കഴിയട്ടെ. പിന്നെ അടുത്ത് ഈ ഗ്യാസ് പെയിൻസ് വരും, ഒബ്സ്ട്രക്റ്റഡ് ഫ്ലാറ്റസ്. എന്താ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഈ അനസ്തെറ്റിക്സിന്റെ എഫക്റ്റ് കൊണ്ട് ഇൻഡസ്ട്രിയലോ പിന്നെ ഇത് പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റിന് തടസ്സം വരും. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഈ പോസ്റ്റ് ഒബ്സ്ട്രക്റ്റഡ് ഫ്ലാറ്റസ് ഗ്യാസ് ഡസ് നോട്ട് ഗോയിങ് അപ്പ് ഓർ ഡൗൺ എന്ന് പറയുന്ന ഒന്ന് റഫാനസ് ആണ്. റഫാനസ് ആർണിക്ക കരണ്ടില്ല ചൈന ഓപ്പിയം റഫാനസിന്റെയാണ് ഗ്യാസ് പെയിൻ വരുന്നത്. അത് പലപ്പോഴും അബ്ഡോമിനൽ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള കേസിനകത്തൊക്കെ നമുക്ക് കിട്ടാറുള്ള കേസുകളാണ്. പിന്നെ ഒന്ന് അബ്ഡോമിനൽ പെയിൻ ബിസ്മത്ത് ആണ്. ബിസ്മത്ത് നെക്സോമിക്ക സ്റ്റാഫിസാഗ്രിയ ആർണിക്ക കരണ്ടില്ല റഫാനസ് സ്റ്റാഫിസ് ഇത്രയൊക്കെ തന്നെ മെഡിസിൻസ്. ഞാൻ പറഞ്ഞാൽ ഈ വളരെ കുറച്ച് മെഡിസിൻസ് നിങ്ങൾ ഒന്നും കൂടി വെറ്ററിനറി എടുത്ത് വായിച്ചാൽ മാത്രം മതി. പെയിൻ ആഫ്റ്റർ ഓവറിയോട്ടമി ഓർ ലിത്തോട്ടമി അതും സ്റ്റാഫിസാഗ്രിയാണ്. പെയിൻ ഹെർണിയ സർജറി ആഫ്റ്റർ. അപ്പൊ നമ്മൾ ആദ്യം മറ്റെന്തെങ്കിലും മെഡിസിൻസ് ചിന്തിച്ചാലും അതിനകത്ത് ഒറ്റ മെഡിസിൻ ഉള്ളൂ, അത് ഹൈപ്പരിക്കുമാണ്. അപ്പൊ അതിനകത്ത് ഈ സ്റ്റാഫിസാഗ്രിയന്റെ ഒരു വലിയ ഒരു കേസ്, എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം, അതൊരു ജീവിതാനുഭവം പറയാം. എൻ്റെ അമ്മയ്ക്ക് ഹിസ്റ്റോട്ടമി ചെയ്തിരിക്കണ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഏകദേശം അത് ഇതുപോലെ ഒരു 10-30 കൊല്ലം മുമ്പാണ്. ഞാൻ BHMS തേർഡ് ഇയർ പഠിക്കുന്ന സമയത്താണ്. അപ്പൊ ആ തേർഡ് ഇയർ പഠിച്ച് ആ സമയത്ത് അമ്മയ്ക്ക് ഹിസ്റ്റോട്ടമി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അമ്മയുടെ മേത്ത് മുഴുവൻ വാട്സ്, നമ്മുടെ കയ്യിലും ദേഹത്തെല്ലാം വാട്സ്. അപ്പൊ പിന്നെ വേറെ നമ്മൾ അന്ന് നല്ല കേസ് എടുക്കുന്ന പഴയ രീതിയിലാണല്ലോ കേസ് എടുക്കുന്നത്, വലിയ പേപ്പർ വെച്ചിട്ട് കേസ് എടുക്കുന്ന രീതിയിലാണല്ലോ. അപ്പൊ അതൊക്കെ തേർഡ് ഇയർ കഴിഞ്ഞ് 4th ഇയറിലോട്ട് ആകുമ്പോൾ ഇതൊക്കെ ഫുൾ റെഫർ ഷീറ്റ് വെച്ചിട്ടും ഒക്കെ കേസ് എടുക്കാനൊക്കെ പഠിച്ചിട്ട് വരികയാണ്. അപ്പൊ ഈ കോഴ്സ് നോക്കുമ്പോൾ ഒറ്റ കോഴ്സ് ഇപ്പൊ അമ്മേനെ സംബന്ധിച്ചോളം വേറെ ഒന്നുമില്ല. ഞാൻ വെറുതെ എനിക്ക് കാണുമ്പോൾ എനിക്ക് ആകെ കിട്ടിയത് ഈ പോസ്റ്റ് ഓപ്പറേഷൻ, അമ്മയ്ക്ക് ഇപ്പോൾ ഹിസ്റ്റോട്ടമി ഓപ്പറേഷൻ ആണ്. അപ്പൊ ഞാൻ സ്റ്റാഫിസാഗ്രിയക്ക് വാട്സ് ഉണ്ടെന്നുള്ള കാര്യം പോലും ഞാൻ പഠിച്ചിട്ടില്ല. കാരണം അന്ന് നമ്മൾ അത്രയും വലിയ പുസ്തകങ്ങളൊന്നും പഠിക്കുന്നില്ല. നമ്മൾ ആകെ കൂടി വന്നാൽ ഒരു അലൻസ്കി നോട്ടും ഒരു ബോറിക്കയിലേ നോക്കുന്നു. അപ്പൊ അതിനകത്തൊന്നും സ്റ്റാഫിസാഗ്രിയക്ക് വാട്സ് പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ സ്റ്റാഫിസാഗ്രിയ ഞാൻ കണ്ണുടച്ച് സ്റ്റാഫിസാഗ്രിയ 200 കൊടുത്തു. ശരിക്കും മാജിക്കൽ എന്ന് പറയാം. ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വീട്ടിൽ ചെല്ലുന്നത്. നമ്മളുടെ കംപ്ലീറ്റ് വാട്സ് പോയിരുന്നു. അതിനുശേഷം
ഞാൻ ഈ വാർഡ്സ് കാണുമ്പോഴെല്ലാം ഞാൻ അഥവാ ഇവർക്ക് നിങ്ങൾ സർജറി കിടപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കാം. സാധാരണ നമ്മൾ സൂചനയായിട്ട് ഗസ്റ്റ് പോസ്റ്റ് എന്നൊക്കെ നമ്മൾ ലിസ്റ്റിന്റെ കൂടെ ചേർക്കേണ്ട ഒരു സാധനമാണ് ഈ സ്റ്റാഫിസാഗ്രിയ എന്ന് പറഞ്ഞാൽ. whatever may be the consequence after if there's a history of surgery, we can think about സ്റ്റാഫിസാഗ്രിയ. അപ്പോൾ ഒന്നുകൂടി പറയാം. ഓക്കെ, ഹിക്കഫ് സർജറി ആഫ്റ്റർ, അതും പലപ്പോഴും അബ്ഡോമിനൽ ഓപ്പറേഷൻസ് ഹാർട്ടിന്റെ ഭാഗത്തോ ലങ്സിന്റെ ഭാഗത്തോ ഒക്കെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹിക്കപ്സ് വരുന്നതാണ്. ഹിക്കപ്സിന്റെ മെഡിക്കൽ നെയിം അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്തൊന്ന് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ചാറ്റിനകത്തൊന്ന് എഴുതാം, എന്നിട്ട് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിന്റെ കാര്യം എന്ന് വെച്ചാല് നമ്മൾ ഈ ചില മെഡിക്കൽ ടേംസ് ഉണ്ടല്ലോ, നമുക്ക് ഡോക്ടർമാർക്ക് വലിയ അറിയില്ല. ഇത്ര ഡോക്ടർമാരുണ്ടല്ലോ, ഇപ്പൊ അതിനകത്ത് 59 ഡോക്ടർമാരുണ്ട്. അപ്പൊ ഈ മെഡിക്കലി ചില ടേംസ് അറിയില്ല. ഞാൻ ചില ടേംസ് കറക്റ്റ് പുസ്തകത്തിലുണ്ട്, പക്ഷെ നമുക്കത് ആവശ്യം വരുന്നില്ല. ഞാൻ ഒരു പ്രാവശ്യം ഒരു ആശുപത്രി വേറെ ഡോക്ടറുടെ കേസ് വന്നിരിക്കുകയാണ്. പേഷ്യന്റിനോട് ഞാൻ അസുഖം ചോദിച്ചു. അപ്പൊ അസുഖം പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഒന്ന് ഡയഗ്നോസ് നോക്കാം, മെറാൾജിയ എന്ന് എഴുതി. മെറാൾജിയ, ഞാൻ ഇത് വലിയ എന്തോ രോഗമുള്ളൂ എന്ന് വിചാരിച്ചാൽ ഞാൻ റെഫർ ചെയ്ത് ഒന്നാം വെച്ചാൽ മെറ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈ എന്നാണ് അർത്ഥം. തുടക്കി വേദന എന്നാണ് എഴുതിയിരിക്കുന്നത്, മെറാൾജിയ എന്ന്. അപ്പൊ എന്നാലോചിച്ച് നോക്കി, അത് എനിക്കറിയില്ലായിരുന്നു, സത്യമായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യം. പിന്നെ ഈ തൊടേന്റെ അവിടെ മരവിപ്പ് വരും, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള നെർവ്സിന്റെ മരവിപ്പ്, മെറാൾജിയ പാരസിറ്റിക്ക എന്നത്. അതിനുശേഷം ഞാനും വിടാറില്ല. ഞാനിപ്പോ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നമുക്ക് മെഡിക്കൽ ടേംസ് എഴുതും. ഇപ്പൊ മെറാൾജിയ പാരസിറ്റിക്ക എന്ന് എഴുതി കഴിഞ്ഞാൽ തൊടേന്റെ ഭാഗത്ത് മരവിപ്പുണ്ടെന്നുള്ളതാണ്. അപ്പൊ ആരെങ്കിലും എഴുതി ഒന്ന് നോക്കണേ മാഡം. അപ്പൊ അതിന്റെ ഈ ഹിക്കപ്സിന്റെ മെഡിക്കൽ ടേം സിംഗിൾട്ടസ് എന്നാണ്, SINGULTUS, സിംഗിൾട്ടസ്. നമുക്ക് എത്ര പേർക്ക് അറിയാവുന്ന എനിക്കറിയില്ല. സിംഗിൾട്ടസ് എന്നുള്ള വാക്ക് ലാറ്റിൻ വാക്കാണ്. ഒന്നും വന്നിട്ടില്ല. ഞാൻ പറയാതെ കേട്ടിരുന്നോ? സിംഗിൾട്ടസ് എന്നുള്ള ദാറ്റ്സ് മെഡിക്കൽ SINGULTUS, സിംഗിൾട്ടസ്. സിംഗിൾട്ട് എന്ന് പറഞ്ഞാൽ ഗ്യാസ് വൈൽ ക്രൈ, നമ്മൾ കരയുമ്പോൾ ഏങ്ങലടിക്കുക എന്നുള്ള ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് അത് വന്നത്. അപ്പൊ ഹിക്കപ്സ്, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഹിക്കപ്സിന് ഏറ്റവും നല്ല മെഡിസിൻസിനകത്ത് സാധാരണ എല്ലാവർക്കും അറിയാം, ഏറ്റവും നല്ല മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് മറ്റ് കംപ്ലൈൻസ് ഒന്നും ഇല്ലാതെ ഹിക്കപ്സ് വരികയാണെങ്കിൽ ഏറ്റവും നല്ല മെഡിസിൻ നക്സോമിക്കാണ്. പിന്നെ ഹിക്കപ്സിന് സാധാരണ സ്പെസിഫിക് എന്ന് പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുള്ള ഒരു മെഡിസിൻ മാക്ഫോസ് ആണ്. ഈ ചില കേസിനകത്ത് അങ്ങനെ വരും. എനിക്കൊരു വർഷങ്ങൾ നീണ്ടുന്ന ഒരു ഹിക്കപ്പ് ഉണ്ട് ഒരാളുണ്ടായിരുന്നു. അപ്പൊ അയാൾക്ക് ഞാൻ മാക്ഫോസ്, യെസ് സാർ, ഹയോസിയമസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡി. ഹയോസിയമസ് ഇഗ്നേഷ്യ ടുക്രി ആണ് ഹിക്കപ്സിന് നല്ല മെഡിസിൻ. ഞാൻ ഈ പേഷ്യന്റിനെ മാറ്റിയത് ഫോസ് കൊണ്ടാണ്. മാക്ഫോസ് 200 അന്ന് എൻ്റെ അടുത്ത് ഇല്ല. നമ്മൾ സാധാരണ 6 കളിയാക്കി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇയാള് കുറച്ചൊരു കാലങ്ങളായിട്ട് ഈ എക്കിലിട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു മനുഷ്യൻ, തലശ്ശേരി വീട്ടിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ ദൂരെ അയാൾ വന്നതാണ്. ആ കേസ് ഞാൻ മറ്റേത് ഈ മാക്ഫോസ് ഹയർ പൊട്ടൻസി കൊടുത്തിട്ടാണ്. അത് എവിടെ നിന്ന് ഒരു സ്പെസിഫിക് എന്നുള്ള വാക്ക് കിട്ടിയതുകൊണ്ടാണ്. ന്യൂറാൾജിയ ആഫ്റ്റർ ഓപ്പറേഷൻ, അലിയൻസേപ്പ. അതിനകത്ത് ബോറിക്കിനകത്ത് ന്യൂറാൾജി ഓഫ് സ്റ്റംപ് എന്നാ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഞാൻ പണ്ട് പറഞ്ഞല്ലോ, ഞാൻ ഈ കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് വലിയ പിടിയോ, ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് എനിക്ക് പറ്റിയ മണ്ടത്തരങ്ങളെ കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ന്യൂറാൾജിയ സ്റ്റംപ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ എഴുതി, ബോറിക്കിനകത്ത് ന്യൂറാൾജിയ സ്റ്റംപ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഒരു ഐഡിയ കിട്ടി. എനിക്ക് ആകെ അറിയാവുന്ന ഒരു സ്റ്റംപ് ക്രിക്കറ്റിന്റെ സ്റ്റമ്പാണ്. ഞാൻ വിചാരിച്ചു ദൈവം ഇനിയിപ്പോ കാരണം നമ്മുടെ മെഡിസിനകത്ത് പണ്ട് ഞാൻ പറഞ്ഞല്ലോ, ബുക്ക് വോംസിന് മരുന്നുണ്ട്. അപ്പൊ കാരണം കുതിരയ്ക്കും കഴുതയ്ക്കൊക്കെ മരുന്നുണ്ട്, അതുപോലെ ബുക്ക് വോംസിന് മരുന്നുണ്ട് എന്ന് നമ്മൾ ആധികാരികമായി പറഞ്ഞാണ്. ഏത് കോക്കളിസിനകത്തെ മെഡിസിൻ റെമഡി ഫോർ ബുക്ക് വോംസ് എന്ന് പറഞ്ഞാൽ അവിടെ പുസ്തകം വായിക്കുന്ന ആൾക്കാണ്. ഞാൻ വിചാരിച്ചെന്താണ് മറ്റു സിൽവർ ഫിഷിനെക്കാളും മരുന്നാണെന്ന് ചിന്തിച്ച ഒരു കാര്യമായിരുന്നു. അത്ര മണ്ടനായിരുന്നു ഞാൻ കരുതിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു സ്റ്റംപ് എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു ഐഡിയ കിട്ടില്ല. പിന്നെ എന്തൊക്കെയോ പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് സ്റ്റംപ് ആഫ്റ്റർ ആംപ്യൂട്ടേഷൻ, മുറിച്ചു കഴിഞ്ഞ കാലിനുള്ള വേദനയ്ക്കാണ് പറയുക. അതിനാണ് ഈ അലിയസിപ്പ പറയാ. അത് എന്താണ് നൂല് പോലെയുള്ള വേദന എന്നുള്ളതാണ്. അപ്പൊ ലൈൻ ലൈക്ക് അപ്പൊ അതിനകത്ത് ഈ ഫാൻഡം ലിംബിന് കേട്ടിട്ടുണ്ടോ? ഫാൻഡം ലിംബ് എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ. എന്ന് വെച്ചാൽ ഇല്ലാത്ത കാലം, അതും എനിക്കൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഇല്ലാത്ത കാലിന് വേദന, പേഷ്യന്റ് ഡയബറ്റീസ് വന്നിട്ട് ഒരു കാലം മുറിച്ചു കളഞ്ഞ. അപ്പൊ അയാൾക്ക് വലതുകാലിന് വേദന എന്ന് പറഞ്ഞിട്ടാണ്. ഞാനൊന്നും വലതുകാലില്ല, ഇല്ലാത്ത കാലിലാണ് പുള്ളിക്ക് കൃത്യമായിട്ട് വലതുകാലിന്റെ ഷീനിന് ഭയങ്കര വേദന എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ശരിക്കും ആ ഇതല്ലേ ഫാൻഡം ലിംബ് എന്ന് പറഞ്ഞ അവസ്ഥയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലാണ് അങ്ങനെ ഒരു ടിപ്പിക്കൽ കേസ് ഉണ്ട്. എക്സ്ട്രീം പെയിൻ, തിരുമാൻ കാലില്ല, മരുന്ന് തട്ടാൻ കാലില്ല. അപ്പൊ ആ നെർവ് വേറെ എവിടെയോ പ്ലേസ് ചെയ്യും അത്രേ. ആ ഒരു നെർവ്സിന്റെ
അതിന്റെ എന്തൊക്കെ സാധനങ്ങൾ വേറെ ഏതോ ഭാഗത്ത് അറ്റാച്ച് ചെയ്യുമെന്നാണ് കേട്ടിട്ടുള്ളത്. ഫാൻഡൻ ലിബിനും നമുക്ക് മെഡിസിൻ അലീസേപ്പ തന്നെയാണ്. പിന്നെ കാലഡുല ഹൈപ്പരികം. ഫാൻഡൻ ലിബിനെ കുറിച്ച് ഫാൻഡം പെയിൻസ് എന്ന് പറഞ്ഞൊരു മെഡിസിൻസ് ഉണ്ട്. അത് സ്ട്രോൺഷ്യം മെറ്റാണ്. ഈ ഫാൻഡം പെയിൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മള് ഈ ഫൈബ്രോമയോളജി പറയില്ലേ, ഫൈബ്രോമയോളജിയുടെ ആസകലം വേദനയാണ്. പക്ഷെ ഈ ഫാൻഡം പെയിൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റിന് എവിടെയാണ് വേദന എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ എവിടെയോ വേദനയുണ്ട്, പക്ഷെ തൊട്ട് കാണിക്കാനും പറ്റില്ല, ഇന്ന സ്ഥലത്താണെന്ന് പറയാൻ പറ്റില്ലാത്ത കണ്ടീഷൻ. അത് ഫാൻഡം പെയിൻസ് ആണ് പറയാൻ. സ്ട്രോൺഷ്യം മെറ്റാണ്. എനിക്ക് തോന്നുന്നു ഫൈബ്രോമയോളജിക്ക് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല സ്ട്രോൺഷ്യം മെറ്റ്. യു ക്യാൻ തിങ്ക് അബൌട്ട് സ്ട്രോൺഷ്യം മെറ്റ്. സ്ട്രോൺഷ്യം മെറ്റിനെ കുറിച്ച്, സ്ട്രോൺഷ്യം കാർബ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. സ്ട്രോൺഷ്യം മെറ്റിനെ കുറിച്ച് ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. പിന്നെ പ്രൊമോട്ട് ദ ഹെൽത്തി ഗ്രാനുലേഷൻ ടിഷ്യൂ. അത് നമുക്ക് ഇഞ്ചുറി വന്ന് എസ്പെഷ്യലി റോഡ് ആക്സിഡന്റ്, റോഡ് ട്രാഫിക് ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ ഈ ഗ്രാനുലേഷൻ ടിഷ്യൂ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല മെഡിസിൻ കലണ്ടിൽ തന്നെയാണ്. കലണ്ട് ഇന്റേണൽ ആയിട്ടും കൊടുക്കുക, എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. എൻ്റെ അടുത്ത് കേസ് വരുമ്പോൾ ഞാൻ ഒറ്റ കാര്യമുള്ളൂ, അലോപ്പതിക്കാർ നമ്മൾ ചെയ്യുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവർ ഓരോ തവണയും പിന്നെ ഈ ഗ്രാനുലേഷൻ ടിഷ്യൂ ഉള്ള ഭാഗം റബ്ബ് ചെയ്ത് ഉരച്ച് വൃത്തിയാക്കിയിട്ട് നാശാക്കി വെക്കുക. അപ്പൊ അതിനകത്ത് അവര് ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉപയോഗിച്ചിട്ട് ഈ ജെർമിനേറ്റ് ചെയ്യുന്ന ടിഷ്യൂസ് എല്ലാം നശിപ്പിക്കും. അപ്പൊ ഒരു കാരണവശാലും അവിടെ പുതുതായിട്ട് വന്ന ഗ്രാനുലേഷൻ ടിഷ്യൂ ഉരച്ച് കളയാണ്ട് നമ്മൾ കലണ്ടറിൽ ഉപയോഗിച്ചിട്ട് അത് ജസ്റ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. നല്ല ഗ്രാനുലേഷൻ ടിഷ്യൂ വരും. അല്ലെങ്കിൽ ശരീരം ഓരോ പ്രാവശ്യവും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കോശങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വൂണ്ട് ഹീലിംഗ് കുറെ താമസവും വരും, കിലോടൊക്കെ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സ്ലീപ്പിനെസ് സർജറി ആഫ്റ്റർ, അതും കലണ്ടറിലെ ഫസ്റ്റ് സ്റ്റിക്റ്റയും കൂടെയാണ്. സ്റ്റിക്റ്റ പൾമനാരിസും കൂടെ സ്ലീപ്പിനെസ്. അത് നമ്മളെ ഇതുപോലെ തന്നെ ഈ അനസ്തേഷ്യന്റെ ആഫ്റ്റർ എഫക്ട്സ് പോലെ നമുക്ക് തോന്നുന്ന കണ്ടീഷൻസ് ആണ്. പിന്നെ നോസിയ ഓപ്പറേഷൻ ആഫ്റ്റർ, അത് ബിസ്മത്താണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ബിസ്മത്തിനകത്ത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നോസിയ ആൻഡ് വോമിറ്റിംഗ്, അതിഭീകരമായിട്ടുള്ള വോമിറ്റിംഗ് ആണ്. അതിനകത്ത് ബിസ്മത്തിനെ കുറിച്ച് ഞാൻ എൻ്റെ ടെസ്റ്റിനകത്തുള്ളത്, അല്ലെ നമ്മുടെ അലൻസ്കിനോട്ടത് ഞാൻ പരിഭാഷ, ഓക്കാനവും വിവരണാതീതമായ വേദനയും, അൺഡിസ്ക്രൈബിൾ പെയിൻ, വയറ്റിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം. അതിനകത്ത് ബ്രാക്കറ്റ് എഴുതിയിരിക്കുന്നത് പിന്നെ നക്സോമിക്കും സ്റ്റാഫ്സാഗ്രിയുമാണ്. പിന്നെ ബ്ലാഡർ പാരാലിസിസ് സർജറി ആഫ്റ്റർ, അത് കലണ്ടിലെയും ഓപ്പിയവുമാണ്. നമ്മൾ സാധാരണ ഓപ്പിയം ചിന്തിക്കില്ല, കലണ്ടിലെയും കോസ്റ്റിക്കൊക്കെയാണ് ചിന്തിക്കുക, കലണ്ടിലെ ഓപ്പിയവുമാണ്. അപ്പൊ ഡോക്ടറെ ഇനി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്ലാസ്. ഇല്ല നിർത്താം. അപ്പം നമ്മൾ നിർത്തുകയാണ്. അടുത്തത് സർജിക്കൽ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എന്റെ ക്ലാസ്സുകൾ നിർത്താം. അപ്പോൾ ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു. ഇതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പീരിയൻസും, ഇതൊരു വലിയൊരു ലോകമാണ് എന്ന് തിരിച്ചറിയുന്ന ധാരാളം ഡോക്ടർമാർ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള എൻ്റെ സീനിയേഴ്സിന്റെയും മറ്റുള്ള അനുഭവ പരിജ്ഞാനമുള്ള ആൾക്കാരുടെയും അനുഭവങ്ങൾ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഓക്കെ, മനോജ് ഡോക്ടറെ, വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നമുക്ക് അനന്ത സാധ്യതകൾ തന്നെ ആഫ്റ്റർ സർജിക്കൽ പ്രോസസ്സിലുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഇനിയും ഒരുപാട് പറയാൻ കാണുമായിരിക്കും ഡോക്ടർക്ക്. എന്തായാലും അടുത്തൊരു സെഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ഭദ്രൻ ഡോക്ടർ സംസാരിക്കാൻ വേണ്ടി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഭദ്രൻ ഡോക്ടറെ സംസാരിച്ചു. ഡോക്ടർ നല്ല ക്ലാസ് ആയിരുന്നു, വളരെ പ്രയോജനപ്പെട്ടുള്ള ക്ലാസ് ആയിരുന്നു. കുറെ കൂടുതൽ അറിവ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അവസാനം ഒന്ന് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഗ്രാനുലേഷൻ ടിഷ്യൂവിന് റബ്ബ് ചെയ്ത് കളയുന്ന അതിനെപ്പറ്റി ഡോക്ടർ പറഞ്ഞല്ലോ. അത് റബ്ബ് ചെയ്ത് കളയാൻ പാടില്ല. പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ഗ്രാനുലേഷൻ ടിഷ്യൂ വളർന്നു വരാനായിട്ട് നമുക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ഗ്ലോസിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം വെച്ചാണ് ഡ്രസ് ചെയ്യാറുള്ളത്. അത് ഗ്രാനുലേഷൻ ടിഷ്യൂ വളർന്നു വരാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും പ്ലെയിൻ ഗ്ലിസറിൻ വെച്ച് ഡ്രസ് ചെയ്യുന്നതാണ് നല്ലത്. മാക്സിമം ഗ്ലിസറിൻ ആണെങ്കിൽ വേദന ഉണ്ടാവും. ഇത് വേദന ഇല്ലാതെ നമുക്ക് നല്ലോണം ഗ്രാനുലേഷൻ ടിഷ്യൂ വളർന്നു വരാൻ നല്ലത് പ്ലെയിൻ ഗ്ലിസറിൻ അപ്ലൈ ചെയ്യുക. അത് 2 ദിവസത്തിലേക്ക് ഡ്രസ് ചെയ്താൽ നന്നായിട്ട് പസ് ഫോർമേഷൻ ഉണ്ടാകില്ല, ഗ്രാനുലേഷൻ ടിഷ്യൂ നന്നായിട്ട് വളർന്നു വരികയും ചെയ്യും. അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുന്നത് നന്നായിരിക്കും. സാറേ ഗ്ലിസറിനകത്ത് കലണ്ടില ചെറുതായിട്ട് ചേർത്തിട്ടേ മിക്സ് ചെയ്ത് പറ്റുവാണെങ്കിൽ വളരെ വേഗത്തിൽ റിസൾട്ട് കിട്ടും. പഴുപ്പുണ്ടെങ്കിൽ മാത്രമേ കലണ്ടില ചേർക്കാറുള്ളൂ, അല്ലെങ്കിൽ വെറും ഗ്ലിസറിനാണ് ചെയ്യാറുള്ളത്. പ്ലെയിൻ ഗ്ലിസറിനകത്ത് കലണ്ടില ഗ്രാനുലേഷൻ ടിഷ്യൂ പഴുപ്പൊന്നും ഇല്ലെങ്കിൽ പോലും ഹെൽത്തി ഗ്രാനുലേഷൻ ടിഷ്യൂ ഉണ്ടാക്കാൻ സഹായിക്കുന്ന പറയുന്നത്. ആൻഡ് പ്രിവെന്റ് ദ ഗ്രാംഗ്രീൻ എന്നൊരു ഇതുണ്ട്. അല്ല,
ആ കൂട്ടത്തിൽ അത് നമ്മൾ 30th പൊട്ടൻസി കൂടെ റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കാം, അത് ഇന്ത്യനിൽ കൊടുക്കാം. ഞാൻ എക്സ്റ്റേണൽ മാത്രമാണ് പറഞ്ഞത്. അത് രണ്ടും കൂടെ കമ്പൈൻഡ് ആണെങ്കിൽ ഓക്കെ ഓക്കെ വളരെ ഓക്കെ വളരെ വേഗം റിസൾട്ട് കിട്ടും. അതെ, ഇന്റേണലായിട്ട് കറണ്ട് ഓക്കെ കൊടുക്കാം, ഓക്കെ ഓക്കെ മാർണിക്ക് കൊടുക്കാം, ഹൈപ്പറിക്കും കൊടുക്കാം. അത് ആ നമ്മുടെ ആ ഇൻഡിക്കേഷൻ പോലെ. ആ ഓക്കെ, ആ അപ്പൊ അതൊരു പുതിയ അറിവാണ്. താങ്ക് യു സർ. ഈ എന്തേലും പറയാനുണ്ടോ കതിരൻ ഡോക്ടർക്ക്? ഇല്ല, ഞാൻ നല്ല ക്ലാസ് ആയിരുന്നു, നല്ല നിലവാരം പ്രവർത്തിക്കുന്ന ക്ലാസ് ആയിരുന്നു. ഇനി ഹരികുമാർ അതിന്റെ ഡോക്ടർ. ഓക്കെ, കണ്ടിന്യൂഷൻ വേറെ കതിരൻ ഇനി ഉണ്ടാവുമെന്ന് ഡോക്ടർ. പ്രതീക്ഷിക്കുന്നു. അടുത്തത് ഹരിഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹരിഹരൻ ഡോക്ടർ സംസാരിക്കും. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഡോക്ടറെ, ഹലോ, കേൾക്കാമോ? കേൾക്കാം. അതേക്കാം സാർ. ആ ഡോക്ടറെ, ഇപ്പോ ഡോക്ടർ പറഞ്ഞതെല്ലാം വളരെ ശരിയാണ്. പക്ഷെ എന്നാലും ആ അക്കോണൈറ്റ് മറക്കരുത്. യെസ്, അക്കോണൈറ്റ് അക്കൗണ്ടായിട്ട് ആദ്യം ആദ്യം ആദ്യം. ആ യെസ് യെസ് അങ്ങനെ യെസ് യെസ് ഞാനത് ഞാൻ ശരി, സത്യമാണ്. ഞാനത് എന്തുകൊണ്ട് ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ എഴുതി വയ്ക്കാം. അല്ല, പറയാതെ ഇരുന്നില്ല. അതല്ല, ഡോക്ടർ ഫിയറിന് കുറച്ച് ജൽസീമിയോ അങ്ങനെയുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞെങ്കിലും പക്ഷെ ഞാൻ ഇടക്കൂടെ അക്കണേറ്റ് ആദ്യം പറഞ്ഞായിരുന്നു. അക്കണേറ്റ് ആദ്യം ആദ്യം പറഞ്ഞിരുന്നു. പറഞ്ഞു. ഞാനത് എഴുതി. താങ്ക് യു ഫോർ റിമൈൻഡ് മീ. പിന്നെ അടുത്തത് ഈ നല്ലൊരു സംഭവം. നിങ്ങളെല്ലാം ഗ്ലിസറിന്റെ പറഞ്ഞില്ലേ? പക്ഷെ ഈ സർജിക്കൽ ഉണ്ട്, ഈവൻ ഏതാണെങ്കിലും ഈ ഈ പിന്നെ ഒരു 5% സലൈൻ വാട്ടർ എടുത്ത് വേണം എപ്പോഴും വാഷ് ചെയ്യാനായിട്ട്. വാഷ് ചെയ്യാൻ ഒരിക്കലും സ്കാപ്പിൽ ടച്ച് ചെയ്യരുത്. ഒരു ഉണ്ടിലും സ്കാപ്പിൽ ടച്ച് ചെയ്യരുത്. സലൈൻ വാട്ടർ വെച്ച് വാഷ് ചെയ്തിട്ട് ഈ കലണ്ടുല സലൈൻ വാട്ടറിൽ തന്നെ ഒരു മിക്സ് ചെയ്തിട്ട് അതിനകത്ത് വേണം ഈ ഗോസ് മുക്കി അവിടെ ചുമ്മാ വെച്ചാൽ മതി. അത് പിന്നെ ഒരു കാര്യം, അതെ, സ്കാപ്പിൽ ടച്ച് ചെയ്യരുത്. എന്താന്ന് വെച്ചാൽ ഈ ഫാഗോസൈറ്റ്സ് ഇതിന്റെ ഒരു ആഹാരമാണ് ഈ ഡേർട്ടി സെല്ല്. അത് തിന്നും. അതിന്റെ ആഹാരമാണത്. അതുകൊണ്ട് അത് തന്നെ ക്ലീൻ ആക്കിക്കൊള്ളുന്നുണ്ട്. എത്ര വലിയ ഇതാണെങ്കിലും അത് സ്വയം അത് ക്ലീൻ ആക്കും. അത് ഞാൻ പറയാറുണ്ട്. ഈ പസ് എന്ന് പറഞ്ഞാൽ തന്നെ ഡെഡ് ഫാഗോസൈറ്റ്സ് അവിടെ യുദ്ധം നടന്നതിന്റെ ലക്ഷണങ്ങളാണല്ലോ. അപ്പൊ അത് അവർ തിന്നാണ് സ്കാബിനെ മാത്രം അവശേഷിപ്പിക്കുന്നത്. ആ സ്കാബ് മാത്രം റിമൂവ് ചെയ്താൽ മതി. അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട്. തുടച്ച് വൃത്തിയാക്കി കഴിയുന്നതിനേക്കാൾ നല്ലതേ. അതെ, തന്നെ വളരെ നല്ല രസമാണ്. സലൈൻ നമ്മളെ IV ഉപയോഗിക്കുന്ന സലൈനാണോ മേടിക്കേണ്ടത്? അത് തന്നെ. അത് വലിയ കുപ്പി വാങ്ങിച്ചിട്ട് അതിനകത്ത് ഒരു ഹോൾ ഇടുക. ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ ചീറ്റിച്ചാൽ മതി. ഇങ്ങനെ നല്ല പ്രഷറിൽ ചീറ്റിച്ച് നല്ല ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 5% സലൈൻ തന്നെ ഒരു ഡിഷിൽ എടുത്ത് അതിനകത്ത് കലണ്ടില ഡ്രോപ്പ് ചെയ്യണം. ചെയ്തിട്ട് അതിനകത്ത് വേണം ഗോസ് മുക്കി വെച്ചാൽ മാത്രം മതി, ഒന്നും ചെയ്യണ്ട. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഹെൽത്തി ടിഷ്യൂ വരാൻ ഏറ്റവും ബെസ്റ്റ് സിലീഷ്യാണ്. സിലീഷ്യ ഒരു 200 പൊട്ടൻസി വീക്കിലി സർജറി പ്രൊഫസർ വിജയൻ സാറിന്റെ രീതി ഇതായിരുന്നു. വിജയൻ സാർ സൈലീഷ് ആയിരുന്നു കൊടുക്കാറുള്ളത്. സിലീഷാണ്. ഞാൻ ഇപ്പോഴും ഒരെണ്ണം എൻ്റെ ഒരു ഡയബറ്റിക് അൾസർ ഉണ്ട്. ഇത് മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ അതിനിടയ്ക്ക് പിന്നെ എപ്പോഴെങ്കിലും ഈ ചിലപ്പോൾ ഇത് ഞാൻ കാണാറുള്ള ഒരു പ്രക്രിയ ഉണ്ട്. എന്താന്ന് വെച്ചാൽ നല്ല വലിയ ഉണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം ഡ്രസ് ചെയ്ത് വരുമ്പം ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്സനിക്കം കൊടുക്കണം. ആഴ്സനിക്കം കൊടുത്ത് 2 ദിവസം ആഴ്സനിക്കം കൊടുത്തു കഴിയുമ്പോൾ ആ ഡിസ്കളറേഷൻ മാറും. അത് അത് എനിക്ക് തോന്നുന്നു, അത് നമ്മൾ പറയത്തില്ലേ, അത് അവിടെ സർക്കുലേഷൻ വളരെ കുറയുകയും അവിടെ ഡെഡ് ടിഷ്യൂ വരികയും ചെയ്യും. അത് ഈ ആഴ്സനിക്കം കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഹരിഹരൻ സാറേ. അടുത്ത ജയചന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ജയചന്ദ്രൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഹലോ, ക്ലിയർ അല്ലല്ലോ. ഇപ്പൊ ഡോക്ടർ ഈ ഗ്രാനുലേഷൻ പറഞ്ഞപ്പോ എന്റെ ഹലോ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ ഡോക്ടർ.
കേക്കാം ഹലോ, കേക്കാം. കേൾക്കുന്നുണ്ടോ? ആ അപ്പൊ എന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാല് ഈ ഉരുക്കെണ്ണ ഉണ്ട്, തേങ്ങാപ്പാല് കാച്ചി ഉരുക്കെണ്ണ എടുത്തിട്ട് ഉരുക്കെണ്ണയിൽ കലണ്ടറിലേയും കൂടെ മിക്സ് ചെയ്ത് അത് പുരട്ടിയിട്ട് ഇന്റേണലായിട്ട് സൈലീഷ്യോ അല്ലെങ്കിൽ മെക്സോളോ ഒക്കെ കൊടുത്ത് സുഖമായ 1-2 കേസുകൾ എനിക്കുണ്ട്, ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ആയുർവേദ ഡോക്ടർ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഉരുക്കെണ്ണയിൽ കുറച്ച് ചുണ്ണാമ്പുള്ള തെളിഞ്ഞ ചുണ്ണാമ്പുള്ള മിക്സ് ചെയ്ത് വെച്ചിട്ട് അടുത്ത ദിവസം എടുക്കുമ്പോൾ ഒത്തിരി വെണ്ണ പോലെ ഇരിക്കും. അത് പുരട്ടുമ്പോഴത്തേക്കും പെട്ടെന്ന് ഹീൽ ചെയ്യുമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ 1-2 അനുഭവം എനിക്ക് ഹീലിംഗ് കിട്ടിയ എനിക്ക് അനുഭവമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചേർത്ത് വയ്ക്കാം. ചുണ്ണാമ്പ് വെള്ളം ഉരുക്കെണ്ണ ആ ഒരു ആ 1/2 ഗ്ലാസ് എടുത്തിട്ട് ആ അതിനകത്തൊരു 1/2 ounce ചുണ്ണാമ്പ് കലക്കിയ തെളിഞ്ഞ വെള്ളം ആ മിക്സ് ചെയ്ത് ആ വെച്ചിട്ട് ആ അടുത്ത ദിവസം നോക്കുമ്പോൾ അതിനകത്ത് ഈ സോപ്പ് പോലെ വെണ്ണ പോലെ കുറച്ചിരിക്കും. അതിനെ എടുത്ത് പുരട്ടിയെ ആ കൊള്ളാവുന്ന ആ ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് പരീക്ഷിച്ചിട്ടുണ്ട്. അതിനും ഇന്റേണലായിട്ട് ഞാൻ കൊടുത്തിട്ട് സൈലീഷ്യ, പിന്നെ മെർക്സോള്, ഇങ്ങനെ കലണ്ടില്ല, ഇങ്ങനെയുള്ളതൊക്കെയാണ്. അത് നല്ല റിസൾട്ട് ശരി 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 കിട്ടിയിട്ടുണ്ട് ശരി. എനിക്ക്. പിന്നെ ഓക്കെ ഒരു ഓക്കെ ഓക്കെ. ഒരു പിന്നെ ടിപ്പ് കൂടെ അതുപോലെ തന്നെ ഡോക്ടർ. മറ്റേ ഹിക്കപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ ആ ആ പിന്നെ എനിക്ക് ലിവർ കംപ്ലൈന്റ് ഉള്ള പേഷ്യന്റ്, ഈ ലിവറിന് സിറോസിസ് പോലെ ലിവർ കംപ്ലൈന്റ് ഉള്ള പേഷ്യന്റിന് ഈ ഇക്കിള് പോലെ ഹിക്കപ്പ് വരുമ്പോഴത്തേക്ക് എപ്പിക്കാക്ക് 200 കൊടുത്ത് എനിക്ക് നല്ല നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓ ഓ അങ്ങനെ ഒരു 2 അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ലിവർ ഡോക്ടറെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്തിയേക്കാം. നമ്മുടെ പറഞ്ഞോളൂ. ഗൺ പൗഡർ 3x വാങ്ങിക്കാൻ കിട്ടും, ഷാബയുടെ. അത് ഈ ഏത് ആ ഉണ്ടിനും എവിടെ ഓക്സിജനേഷൻ വരാനായിട്ട് ബെസ്റ്റ് ആണ് ഈ ഗൺ പൗഡർ. അത് നല്ല കമ്പനിയുടെ വാങ്ങിച്ചു അത് ശരി. കൊടുത്താൽ മതി. ഞാൻ സാധാരണ നമ്മളധികം ഈ വൂണ്ടിന് അല്ല, നമ്മൾ ഈ അൺഹീൽഡ് ആയിട്ടുള്ള കണ്ടീഷനകത്താണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ അപ്പൊ ഇതും പറ്റും അല്ലേ? ആ ഈ അവിടെ അതിന് പറയുന്നത് അവിടെ ഓക്സിജനേഷന് ബ്ലഡ് സപ്ലൈ കിട്ടാനായിട്ട് ആ ഏറ്റവും ആ ബെസ്റ്റ് ആ. മെഡിസിൻ ആണ്, അതായത് ഗൺ ഓ പൗഡർ. ശരി 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 ശരി. ഓക്കെ ഹരിഹരൻ ഡോക്ടറെ, ഇനി നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. 2 മിനിറ്റ് അധികവുമായി. നല്ല ഒരു ക്ലാസ് എടുത്ത മനോജ് ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി സലീം കുമാർ ഡോക്ടർ സംസാരിക്കാമോ? ആ ഓക്കെ. ആ സാറേ, നമസ്കാരം സാർ. സാറിന്റെ ക്ലാസ്സിന് സന്ധ്യക്ക് പോലെ സിന്ദൂരം എന്ന് ചോദിക്കണ പോലെ അതിനൊരു കോംപ്ലിമെന്റ് ആവശ്യമില്ല. പെട്ടെന്ന് രണ്ടത് പറഞ്ഞേക്കാം. ഇതുപോലെ ഈ ഹിക്കഫ് അബ്ഡോമിനൽ സർജറി കഴിഞ്ഞ് ഉടനെ തുടങ്ങിയ ആ ഒരു ഹിക്കഫ് കേസ് ഡോക്ടർമാരെല്ലാം വിഷമിച്ച് നിൽക്കുന്നു. ഒരു അലോപ്പതി സർജന്റെ ഫാദറും കൂടിയായിരുന്നു. നിസ്സഹായമായിട്ട് നിൽക്കണ എന്നെ വിളിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം തന്നെ അന്ന് എനിക്ക് അയോസാമത്തേക്ക് അറിയാൻ പറഞ്ഞ് ഞാൻ നമ്മൾ ബുക്ക് നോക്കി കണ്ടുപിടിച്ചാണ് കൊടുത്തു വിട്ട്. ആ 10 മിനിറ്റിനുള്ളിൽ തന്നെ അയാളുടെ 2 മണിക്കൂറായിട്ട് ഹിക്കപ്പ് വന്നിട്ട് പേടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പം തന്നെ ഇത് കുറഞ്ഞു. അയോസാമസ് ഓർഡർ കൊടുത്തു. ഞാൻ വേറെ കേട്ടിട്ടുണ്ട്. അത് മാജിക്കൽ സാധനമാണ്, വിശ്വസിക്കാൻ പറ്റില്ല. അതേപോലെ പിന്നൊന്ന് ഈ ഇതില്ലേ, അബോർഷൻ കഴിഞ്ഞിട്ട് വരുന്ന സഹിക്കാൻ പറ്റുന്ന നടുവേദനയ്ക്ക് ബെസ്റ്റ് സാധനമാണ് ആസിഡ് നൈട്രിയോ. എനിക്ക് ദൈവാധീനം ഉണ്ടെന്ന് നോക്കിപ്പോയതാണ്. ഇതേ വേദനയായിട്ട് എൻ്റെ ഒരു കസിൻ കിടന്ന് കരഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ഓർത്ത് വെറുതെ ബോറിംഗ് ഇങ്ങനെ തുറന്നപ്പോ ആസിഡ് നൈറ്റ് ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് സാറേ. ഫസ്റ്റ് പേജിൽ എഴുതിയിട്ടുണ്ട് ബോറിക്കില്, ക്യൂറട്ടേജ് ആഫ്റ്റർ ക്യൂറട്ടേജ്, അങ്ങനെ എഴുതിയിട്ടുണ്ട്. പെയിൻ ആഫ്റ്റർ ബാക്ക് പെയിൻ. വേണുഗോപാൽ ഡോക്ടർ ഒരു മെഡിസിൻ കൂടെ ചേർത്തിട്ടുണ്ട്, സിനാമോൺ. അതുണ്ട്. സിനിമ ഏതിനും കൊടുക്കാം, പക്ഷെ ഇങ്ങനെ അബ്ഡോമിനൽ സർജറിക്ക് പ്രയറായിട്ട്. ഓക്കെ, ഏതായാലും ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്തു തന്നതിനും സാറിന്റെ ക്ലാസ് IFPHന്റെ അലങ്കാരങ്ങളിൽ ഒന്നാണ്. ഏതായാലും ഇതും അങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ IFPHൽ ശ്രദ്ധിക്കപ്പെടുന്നതായിരിക്കും. ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും IFPHന്റെ പേര് നന്ദി പറയുന്നു. ഇങ്ങനെ ഇനിയും വരിക, ഇപ്പൊ പൂർത്തിയാക്കാതിരുന്നത് പൂർത്തിയാക്കാൻ ഉടനെ വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഓക്കെ, മനോജ് ഡോക്ടർക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ കുറച്ച് കൂട്ടിച്ചേർക്കലുകൾ ഹരിഹരൻ സാറ്
ജയചന്ദ്രൻ ഡോക്ടർ, ഭദ്രൻ ഡോക്ടർ, സലിംകുമാർ ഡോക്ടർ, വേണുഗോപാൽ ഡോക്ടർ ഒക്കെ കുറച്ച് കൂട്ടിച്ചേർക്കലുകളും കൂടി നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാള സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.